കഴിഞ്ഞില്ല. ഫാത്തിമ ബീവി ആരുടെ മോളാ, ആരുടെ ഉമ്മയാ? ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ടു മഹാന്മാരുടെ ഉമ്മയാ. ആരുടെ ഭാര്യയാ? ബഹുമാനപ്പെട്ട 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. പോരെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഹസൻ ഹുസൈന്റെ ഉമ്മ, റസൂലുള്ളാഹിയുടെ പുത്രി. മന്ദായുദാനി ഫിൽ ഫഖാരി അബാഹ. എന്തിനധികം നീട്ടിപ്പരത്തി പറയണം? ഔന്നിത്യത്തിന്റെ വിഷയത്തിൽ, അഭിമാനത്തിന്റെ വിഷയത്തിൽ തന്റെ വാപ്പയോട് 4 അയലത്ത് പോലും എത്തുന്നവരാരെങ്കിലുമുണ്ടോ ചോദിക്കാണ് കവി. ആ ഫാത്തിമയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. ഓ, എന്റെ മനസ്സിലേക്കൊരു ഉൾവിളി വന്നു. അല്ല മുഹമ്മദേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമേ ആയുള്ളൂവെങ്കിൽ നബിയേ, നിങ്ങളുടെ മകൾ ഭക്ഷണം കഴിച്ചിട്ട് 2 നാൾ കഴിഞ്ഞില്ലേ? പിന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓട്ടോമാറ്റിക്കായി ചെയ്തതാണതൊക്കെ. എടുത്തതും പോയതും കൊടുത്തതും തിരിച്ചു വന്നതും അതൊക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്തതാ. എന്റെ മോൾക്ക് കൊണ്ടുപോയി കൊടുത്തു. മോള് ബിസ്മി ചൊല്ലി സ്വീകരിച്ചു. ബിസ്മി ചൊല്ലി അത് വായിലേക്ക് എടുത്തിട്ടു. എന്റെ ഊടത്തിൽ നിന്നാണ് ഞാൻ ആ പത്തിരിയും മാംസവും എടുത്തത്. എന്റെ ഊടത്തിൽ നിന്ന് ഈ വീട്ടുകാരൻ തൃപ്തിപ്പെടുമെന്ന ധാരണയിലാണ് ഞാനത് എടുത്തത്. അതെന്റെ മോൾക്ക് കൊടുത്ത് മോള് സന്തോഷപൂർവ്വം അത് തിന്ന് അത് കണ്ടാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഓടി വന്നത്. കഥ അറിയോ നിങ്ങള്? ഇത് കേട്ടപ്പോഴേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് അവർക്ക് തോന്നി വേണ്ടിയില്ലായിരുന്നു, പറയേണ്ടിയില്ലായിരുന്നു, ഇടപെടേണ്ടിയില്ലായിരുന്നു. ഇത്ര വലിയൊരു വിഷമമാണോ നബി തങ്ങളെ പിടികൂടിയിരുന്നത്? അവർ ചിന്തിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണവർ പറഞ്ഞു, നബിയേ, സഹിക്കണം നബിയേ, പൊറുക്കണം നബിയേ, ഞങ്ങൾ അറിയില്ല അങ്ങക്ക് ഇത്ര വലിയ വിഷമമുണ്ടായത്, ഞങ്ങൾ അറിയില്ല. അങ്ങയുടെ മകൾ ഇത്രത്തോളം പട്ടിണിയായോ നബിയേ? ഈ കഥയൊന്നും ഞങ്ങൾ അറിയില്ലല്ലോ. അതുകൊണ്ടല്ല നബിയേ ഞങ്ങൾ ഇത് ചോദിച്ചത്. പൊരുത്തപ്പെടണേ നബിയേ എന്ന് പറഞ്ഞ് രണ്ടാളും സങ്കടപ്പെട്ട് കരയുമ്പം ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുകയാണ്, അത് നമുക്ക് വിടാം. ഞാൻ പൊരുത്തപ്പെടുന്നു, നിങ്ങളും എന്നോട് പൊരുത്തപ്പെടുക. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തവരല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാതല്ലേ ഞാൻ പോയത്. ഏതായാലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതൊക്കെ നമുക്ക് വിടാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതാണ് നമ്മുടെ വിഷയം. ഞാനിത് പറഞ്ഞുകൊണ്ടുവന്നത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. ഈ ഗൗരവമേറിയ സംഭവങ്ങൾക്ക് ശേഷം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോഴേ വിഷയത്തിന്റെ ഗൗരവം തിരിയൂ. എന്നിട്ട് ഇത്രയും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് നബി ചോദിക്കാ, സ്വഹാബാ, നിങ്ങൾക്ക് നന്നായി വയറു നിറഞ്ഞോ? സ്വഹാബത്ത് പറയുന്നു, അതേ നബിയേ, വയറ് നിറഞ്ഞല്ലോ നബിയേ, നന്നായി വയറു നിറഞ്ഞു, സുഖമായി ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം, ഞങ്ങൾ നന്നായി കഴിച്ചു. വയറിന്റെ ചുളിവൊക്കെ ശരിക്ക് നിവർന്നോ? അതേ നബിയേ. അപ്പൊ ഹബീബ് ചോദിച്ചു, ആ ഭക്ഷണം കഴിക്കുമ്പം നിങ്ങൾ ചിന്തിച്ചോ? സൂറത്തു തകാസുറിന്റെ അവസാനത്തെ ഒരായത്ത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്ന് നിങ്ങൾ സുഖിച്ചുപോയ സർവ്വവിധ സുഖാഡംബരങ്ങളെക്കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ ആ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ സഹാബ? പറയൂ സഹാബ. സഹാബത്ത് പൊട്ടിക്കരയുന്നു, നബിയേ, ഇതൊക്കെ ഞങ്ങളോട് ചോദ്യം ചെയ്യുമെന്നാണോ അതിന്റെ അർത്ഥം? ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് സുഖിച്ചുപോയ സർവ്വ ആഡംബരങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യും, ഇതാണ് ആയത്തിന്റെ അർത്ഥം. നബിയെ, ഈ ഭക്ഷണം കഴിച്ചത് ഞങ്ങളോട് ചോദിക്കോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഇത്ര വിശന്ന് നിൽക്കുമ്പോ ഭക്ഷണം കഴിച്ചാ ചോദിക്കോന്നോ? ഒന്നും പറയണ്ട, അതൊന്നും വേണ്ട. ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, നല്ല ഇറച്ചിയും പത്തിരിയും തിന്നിട്ടാണോ പ്രിയപ്പെട്ട കൂട്ടുകാർ, നല്ല ഇറച്ചിയും പത്തിരിയും തിന്നിട്ടാണോ പടച്ചവൻ ചോദ്യം ചെയ്യോന്ന് ചോദിക്കുന്നത്? നിങ്ങൾ ഈ രൂപത്തിൽ വയറു നിറയുന്ന രൂപത്തിൽ പച്ചവെള്ളമാണ് കുടിച്ചതെങ്കിൽ പത്തിരിയില്ല, മാംസമില്ല, പച്ചവെള്ളമാണോ കുടിച്ചത്? അത് തന്ന റബ്ബ് നിങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കില്ല. മറുപടി പറയേണ്ടി വരും സഹാബ, മറുപടി പറയേണ്ടി വരും. വരഞ്ഞ വരയിൽ നിന്ന് പറയിപ്പിക്കും, വരഞ്ഞ വരയിൽ നിർത്തി പറയിപ്പിക്കും അല്ലാഹു. അക്കമിട്ട് മറുപടി പറയേണ്ടി വരും.
സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവൻ നിലനിൽക്കാനുള്ള പച്ചവെള്ളം നിങ്ങൾക്ക് കുടിക്കാം, അതിലുപരി നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാ ചോദ്യമുണ്ട്. അങ്ങനെയാ നബി പറഞ്ഞത് എന്ന് പറയും. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കൂട്ടുകാരികളെ, അല്ലാഹു ചോദ്യം ചെയ്യാത്ത ഭക്ഷണമേതെന്ന് ചോദിച്ചാൽ ജീവൻ നിലനിൽക്കാനുള്ള വെള്ളം. നമുക്കൊരു ഉദാഹരണത്തിന് പറയാം. ഒരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് നമ്മുടെ ജീവൻ നിലനിൽക്കാൻ അത്ര മതി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് ചോദ്യം ചെയ്യൂല. രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചോ, അതിന് അല്ലാഹുവിനോട് മറുപടി പറയണം. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമാണ് വിഷയം, എത്ര സീരിയസാ. ചിന്തിക്കണം. ഇത് നബി തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, വേണ്ട നബിയേ, ചോദ്യം ചെയ്യുന്ന ഭക്ഷണം എന്റെ വയറ്റിൽ വേണ്ട, എന്റെ വയറ്റിൽ ഇതിന് പാസില്ല, പുറത്തിടും. അബൂബക്കർ ഇപ്പോൾ പുറത്തിടും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, വേണ്ട, എന്റെ വയറ്റിൽ ഇങ്ങനെയുള്ള ഭക്ഷണത്തിനൊന്നും പാസില്ല. വായിലേക്ക് കൈ തള്ളി. എന്തിന്? ഛർദിക്കാനുള്ള ഒരുക്ക, ഛർദിച്ചൊഴിവാക്കാനുള്ള ഒരുക്ക. വേണ്ട നബിയെ, ഇടങ്ങേറൊന്നും ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ ഇടപെട്ടു. കാരണം നബിക്ക് സിദ്ദീഖിന്റെ അനുഭവം അറിയാ, സ്വഭാവം അറിയാ. പലപ്പോഴും അരുതാത്തത് വയറ്റിലായപ്പം അത് കൈയിട്ട് ഛർദിച്ച് കക്കിയെടുത്ത ആളാ. ഇതിവിടെ കക്കുമെന്ന് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അരുത് സിദ്ദീഖ്, അനർത്ഥങ്ങളൊന്നും ഉണ്ടാക്കരുത് സിദ്ദീഖ്. അതിനു വേണ്ടി പറഞ്ഞതല്ല, കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. സിദ്ദീഖേ, നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കുലൂ വശ്റബൂ, തിന്നോളൂ കുടിച്ചോളൂ, വലാ തുസ്രിഫൂ, അമിതമായി കടിക്കരുത് എന്നേ ഉള്ളൂ. ശരീരം അപകടപ്പെടുത്തുന്ന രൂപത്തില് അമിത ഭോജനമരുത്, ഇത്രേ ഉള്ളൂ. കുടിക്കാം, തിന്നാം, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താ, പടച്ചോൻ ചോദ്യം ചെയ്യുന്നല്ലേ? ആ ചോദ്യം, അതിന്റെ അക്സർ, അങ്ങനെയാണ് നബി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൂരിഭാഗം, ഒരു 75% ആ ചോദ്യം എളുപ്പാകാൻ ഞാനൊരു മാർഗം പറഞ്ഞുതരാം, നിങ്ങൾ പാലിക്കുമോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, നബിയെ പറഞ്ഞു തരൂ. ഈ ഭക്ഷണത്തിന്റെ ചോദ്യം സിമ്പിളാക്കാൻ, എപ്പം ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചോദ്യം സിമ്പിളാക്കാൻ ഞാനൊരു മാർഗം പറയാം. എന്താണ്? അവിടെ നിന്നാണ് നബി തങ്ങൾ പറഞ്ഞത്, ഖൂലൂ അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് ഇത് തന്നതെന്ന ബോധത്തോടെ പടച്ചോനൊരു നന്ദി പ്രകടനം. എന്താ ഇതിന് മുടക്ക്? എന്താണ് ഇതിന് മുടക്ക്? സുഹൃത്തെ, ഇതിന് ഇത്ര വലിയ ഗൗരവമുണ്ടെങ്കിൽ നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വെച്ച ഈ വിഷയം നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ചൊല്ലാൻ ആളില്ല. പലപ്പോഴും അങ്ങനെയാണ്. 2ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും ഒക്കെ പഠിച്ചു വെച്ച ദിക്റുകളൊക്കെ അവിടെ എങ്ങനെ കിടക്കലാ. കക്കൂസ് കയറുമ്പോൾ എന്നത് ചെല്ലണം, പുറത്തു വരുമ്പോൾ എന്നത് ചെല്ലണം, ഇങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇന്നത് ചെല്ലണം, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇതൊന്നും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാറില്ല. എന്നല്ല, പലപ്പോഴും ഈ ദിക്റുകളൊക്കെ പരീക്ഷാ പേപ്പറിൽ പൂരിപ്പിക്കാനുള്ള ഒന്നായിട്ടാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊക്കെ മദ്രസയിൽ പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാവും, തിന്നാൻ തുടങ്ങുമ്പോൾ ഡാഷ് ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. അത് എഴുതുക എന്നല്ലാതെ ഇത് പറയുന്ന പരിപാടി പലരിലും കുറവാ. തിന്നെഴുന്നേൽക്കുമ്പോൾ ഡാഷ് ചൊല്ലണം, അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ എഴുതി കൊടുക്കും. കക്കൂസിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി ഡാഷ് മിനൽ വൽ ഖബായിസ് എന്ന് പറയണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് നമ്മൾ പറയുന്നു. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹുവിനുള്ള നന്ദി പ്രകടനങ്ങളാണ്. അല്ലാഹു പറഞ്ഞത് കേൾക്കുക എന്ന് പറയുന്നത്, ഇത് സ്രഷ്ടാവായ തമ്പുരാന് നമ്മൾ കൊടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. കൂട്ടുകാർ, ഇതിനു വേണ്ടി എല്ലാവരും മുമ്പോട്ട് വരണം. ഇതാണ് നമ്മൾ പറയുന്നത്. മിണ്ടാ പ്രാണികളെ കണ്ടു പഠിക്കണം. തൊഴുത്തിൽ തലനീട്ടി നിൽക്കുന്ന, നമ്മളെ കാണുമ്പോഴേക്ക് മൂക്രയാടുന്ന പശുവിനെ കണ്ടു പഠിക്കണം. ഭക്ഷണം കഴിച്ചാൽ അത് തന്ന റബ്ബിനു നേരെ നമ്മളും ഒരു നന്ദി വാചകം പറയണം. അതാണ് അൽഹംദുലില്ലാ. അത് പറയുന്ന മനുഷ്യൻ പിന്നെ നിസ്കരിക്കാതിരിക്കൂല, നിസ്കരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അത് കേവലം പറയുന്നേ ഉള്ളൂ. വിശ്വാസം വേണ്ടത്ര ഉണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ടുള്ള ബോധത്തോടുകൂടെ ആണെങ്കിൽ നിസ്കാരം എന്തായാലും ഉണ്ടാവും. അപ്പൊ നിർബന്ധമായ നിസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താൽ പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാം ഭംഗിയായി പോകും. പിന്നെ എല്ലാം ഭംഗിയായി മുന്നോട്ട് നടക്കും. അതുകൊണ്ട് പറയട്ടെ, കൂട്ടുകാരോട് പറയട്ടെ, നിർബന്ധമായും ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ വ ഇന്നഹു അലാ ദാലിക ലശഹീദ്.
മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. ഇതിന് തെളിവ് ആ മനുഷ്യൻ തന്നെയാണ് ഈ പരമാർത്ഥത്തിന് സാക്ഷിയായുള്ളത് എന്നും കൂടെ അള്ളാഹു പറയുന്നു. ഇനി ഞാൻ പറയട്ടെ, ആരാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? എപ്പോഴാണ് നന്ദി പ്രകടനത്തിന് ഗൗരവമേറുന്നത്? അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നു. കൂട്ടുകാരെ, ചെറിയ അനുഗ്രഹത്തിന് വലിയ നന്ദി പറയാൻ നമുക്ക് കഴിയണം? ഇല്ല. ഭൂമി ലോകത്തൊരാൾക്കും സാധിക്കാത്ത കാര്യമാണത്. ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും കഴിയോ അള്ളാഹു തന്ന അനുഗ്രഹത്തെക്കാൾ നന്ദി പറയാൻ? ഇല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അനുഗ്രഹം ചെയ്തു, നമ്മളതിന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. നന്ദിയായില്ലേ? ആകുന്നില്ല. ഇനി ആയാൽ തന്നെ അൽഹംദുലില്ലാഹ് പറയാൻ കഴിവ് തന്നത് അള്ളാഹുവാൻ. അതിന് വീണ്ടും ഒരു അൽഹംദുലില്ലാഹ് പറയേണ്ടടുത്ത വിഷയമുള്ളത്. അതിന് വീണ്ടും പറയണം. എന്തായാലും നമ്മൾ തോൽക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ മീതയാണ്, എപ്പോഴും നമ്മുടെ നന്ദി പ്രകടനത്തിന്റെ മീതയാണ്. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടും. എന്നാലും ഞാൻ പറയട്ടെ, ആപേക്ഷികമായി നമ്മൾ ചെറിയ അനുഗ്രഹത്തിന്, ആപേക്ഷികമായിട്ടായി പറയുന്നത്, ചെറിയ അനുഗ്രഹത്തിന് വലിയ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ അയൽക്കാരന് വരുമാനം ഒരു മാസത്തിൽ 25,000 രൂപയാണ്. അവിടെ നമ്മുടെ വരുമാനം 2,500 രൂപയാണ്, അല്ലെങ്കിൽ 2,000 രൂപയാണ്, 1,500 രൂപയാണ്. 1,000 രൂപ കഷ്ടിച്ചൊരു മാസത്തിൽ വെക്കുന്നവനാണ്. ആ 25,000 കിട്ടുന്ന സഹോദരൻ പള്ളിയുടെ പണിക്ക് പിരിവിന് വരുമ്പം അവൻ പള്ളിപ്പണിയിലേക്ക്, പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക് കൊടുക്കുന്നത് 100 രൂപയാണ്. ഈ 1,500കാരനും കൊടുത്തത് 100 രൂപ. ഇത് രണ്ടും അള്ളാഹു ഒരുപോലെ കാണോ? ഇല്ല. ഇതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനോട് കൂടുതൽ നന്ദി പ്രകടനമുള്ളവരായി തീരണം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ദർസുള്ള പള്ളികളില് ദർസിന് കുഞ്ഞുങ്ങൾക്ക് ചെലവ് കൊടുക്കാറുള്ളത് പലപ്പോഴും സാധുക്കളാണ്, സാധുക്കളുടെ വീട്ടിലാണ്. മുതലാളിമാര് കൊടുക്കുന്നില്ല എന്നല്ല, അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ സാധുക്കള് ആ കൊടുക്കുന്ന ചോറ്, നല്ല ചോറ്, ഈ മുതാലിമ് വരുമ്പോഴേക്ക് അത് റെഡിയാക്കി വെക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ കൂലിയല്ല. ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഹദീസ് പഠിക്കുന്ന, ഫിഖ്ഹ് പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സേവനം ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾ മനസ്സിലാക്കണം ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടി. ആ അനുഗ്രഹത്തെ ഓവർടേക്ക് ചെയ്യുന്ന രൂപത്തിൽ നന്ദി കാണിക്കാൻ കഴിയില്ല. എന്നാലും ആപേക്ഷികമായി അയൽക്കാരനിലേക്ക് നോക്കി, കൂട്ടുകാരനിലേക്ക് നോക്കി അവരെക്കാൾ നന്ദി പ്രകടിപ്പിക്കാനുള്ള ത്വര എനിക്കും നിങ്ങൾക്കും വേണം. അപ്പോഴേ രക്ഷപ്പെടാൻ കഴിയൂ. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അവിടെ സലാമത്തുള്ളൂ. കൂട്ടുകാർ ചിന്തിക്ക, ഒരു ഹദീസ് വായിക്കാം ഞാൻ. എന്തിനാ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ഹദീസിനോട് കൂടെ ഇങ്ങുവാ നിങ്ങൾ. എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം. കൂട്ടുകാരന്റെ, കൂട്ടുകാരിയുടെ, ഉമ്മയുടെ, ഉപ്പയുടെ, സഹോദരന്റെ, എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരും. വരാൻ പറ്റിയ ഹദീസാണ്. അതായത് ഈ ഹദീസിന്റെ താല്പര്യം, അനുഗ്രഹം കൂടുന്തോറും കുറയും തോറും നന്ദി പ്രകടനത്തിന് പ്രതിഫലവും ഗൗരവവും കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഒരിക്കൽ, ഖുദ്സിയായ ഹദീസ് അതാണല്ലോ, അള്ളാഹു നബി തങ്ങളോട് പറയാൻ, ഉഹിബ്ബു സലാസ വഹുബ്ബി ലിസലാസിൻ അശദ്. സയ്യിദുനാ ഉഹിബ്ബു സലാസ വഹുബ്ബി ലിസലാസിൻ അശദ് വഉബ്ഗിദു സലാസ വബുഗ്ദി ലിസലാസിൻ അശദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു നബി തങ്ങളോട് പറയുന്നത് അല്ലാഹുവാണ്. അല്ലാഹു പറയുന്നു, ഉഹിബ്ബു സലാസ, നബിയേ എനിക്ക് 3 ആളുകളെ ഇഷ്ടമാണ്. വഹുബ്ബി ലിസലാസിൻ അശദ്, 3 ആളുകളോട് എന്റെ സ്നേഹം വളരെ കടുപ്പം കൂടിയതാണ്. ഈ ഹദീസ് നമുക്ക് പഠിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. വഉബ്ഗിദു സലാസ, 3 ആളുകളോട് എനിക്ക് വെറുപ്പാണ് ഹബീബ്. വഹുബ്ബി വബുഗ്ദി ലിസലാസിൻ അശദ്, 3 ആളുകളോട് എന്റെ വെറുപ്പിന് പരിധിയില്ല. പിടുത്തം വിട്ട ദേശമാണ്, കടുത്ത ദേശമാണ് എനിക്ക്. ആരോടാണ് ഈ പറയുന്നത്? ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? ഹദീസിൽ എത്ര പേര് പരാമർശിക്കപ്പെടും? ചിന്തിച്ചു നോക്കിയാൽ അറിയാം. എന്താ ഹദീസിൽ പറഞ്ഞതിന്റെ ആകത്തുക? 3 ആളുകളോട് ലോക്കൽ സ്നേഹം, 3 ആളുകളോട് സ്പെഷ്യൽ സ്നേഹം, 3 ആളുകളോട് ലോക്കൽ ദേശം, 3 ആളുകളോട് പിടുത്തം വിട്ട ദേശം.
ഇതല്ലേ അള്ളാഹു നൽകുന്നത്. അപ്പൊ 12 ആളുകളെ കുറിച്ച് പഠിക്കണം. ഹദീസ് പറയുന്നു. എന്നിട്ട് അള്ളാഹു തുടരുന്നു, ഉഹിബ്ബു, നബിയേ എനിക്കിഷ്ടമാണ് കേട്ടോ. ആരെ? അൽ ഗനിയൽ കരീം, ദാനം ചെയ്യുന്ന മുതലാളിയെ എനിക്കിഷ്ടമാണ്. പക്ഷേ വൽ ഫഖീറൽ കരീമ അശദ്, വൽ ഫഖീറൽ കരീമ അശദ്, ദാനം ചെയ്യുന്ന സാധുവിനെ ഞാൻ സ്നേഹിക്കുന്നു. അശദ്ധ, അല്പം കട്ടി കൂടിയ നിലക്ക് ആ സ്നേഹം കുറച്ച് കൂടുതലാ. എന്തേ കാരണം? ദാനം ചെയ്യുന്ന മുതലാളിയോട് എനിക്ക് ഇഷ്ടമാണ്, ദാനം ചെയ്യുന്ന സാധുവിനോട് എനിക്ക് പെരുത്തിഷ്ടമാണ്. അള്ളാഹു പറയാ, എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെയാ ഞാൻ പറഞ്ഞത് പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക്, മദ്രസയുടെ പുനർനിർമ്മാണത്തിലേക്ക്, മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ, അല്ലെങ്കിൽ നാട്ടിൽ പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കാൻ, റിലീഫ് ഫണ്ടിലേക്ക് എല്ലാം സഹായ അഭ്യർത്ഥനയുമായി നമ്മുടെ മുമ്പിൽ എത്തുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ വരുമ്പോൾ, ഇതുപോലെയുള്ള സദസ്സിനെ സഹായിക്കാൻ പറയുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ നൽകുന്നത് 20,000 രൂപ ശമ്പളമുള്ള ഒരു മുതലാളി അയാൾ കൊടുക്കുന്നത് 100 രൂപയാ. 50,000 രൂപ വരുമാനമുള്ള ഒരു മുതലാളി അയാൾ ഈ ഫണ്ടിലേക്ക് നൽകുന്നത് 100 രൂപയാണ്. അതേസമയം ആ നാട്ടിൽ കൂലിവേല ചെയ്ത കഷ്ടിച്ച് 50 രൂപ ഒപ്പിക്കുന്ന, അല്ലെങ്കിൽ 100 രൂപ തന്നെ ഒക്കുമെന്ന് പറയാം, ആ തൊഴിലാളി നൽകുന്നത് അതുപോലെ 100 രൂപയാണ്. അങ്ങനെയല്ലേ പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഈ 100 രൂപ അള്ളാഹു ഒരുപോലെ കാണാൻ പറ്റുമോ? പറ്റില്ല. കാരണം സാധുവിന്റെ 100 രൂപ മുതലാളിയുടെ ലക്ഷങ്ങളാണ്, അല്ലെങ്കിൽ ആയിരങ്ങളാണ്. ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ 1,500 രൂപ ശമ്പളമുള്ള ഒരാൾ 10 രൂപ കൊടുക്കുന്നതും, വലിയ സമ്പന്നൻ അവൻ ഒരു 10,000 തന്നെ കൊടുക്കുന്നതും സമാനമാകും പലപ്പോഴും. ചിന്തിക്കണം ഇത്. അള്ളാഹു പറയുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവ രണ്ടാളും ഒരേ ലെവലിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അള്ളാഹു കൂടുതൽ ഇഷ്ടം ഈ സാധുവിനോടാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സാധുവിന് മുതലാളിക്ക് ചെറിയൊരു പിണക്കം വരും. എന്താ, ഞാൻ കൊടുത്ത 100 തന്നെയല്ലേ, ഇനി ഇവൻ കൊടുത്ത 100 പള്ളിക്ക് സിമന്റും കല്ലും കിട്ടാൻ ഞാൻ കൊടുത്ത 100 കിട്ടുമോ? ഇല്ലല്ലോ. പള്ളിക്ക് ഒരേ കണക്കാ രണ്ടാളെ പൈസയും. സിമന്റും കല്ലും അതിനുള്ള മെറ്റീരിയൽസ് ചിന്തിക്കുമ്പം 2 പൈസ കൊണ്ട് ഒരേ സാധനം വാങ്ങാൻ കിട്ടുള്ളൂ. പക്ഷെ അള്ളാഹു അതല്ല നോക്കുന്നത്. പൈസയുടെ മൂല്യമല്ല കൊടുക്കുന്നത്, കൊടുത്ത ആളുടെ മൂല്യം നോക്കുന്നത്. കൊടുത്ത ആളെങ്ങനെയുണ്ടാ, അയാളുടെ കപ്പാസിറ്റി എത്രയുണ്ടാ, ഇത് നോക്കിയിട്ടാണ് അള്ളാഹു മാർക്കിടുന്നത്. ചിന്തിക്കണം. അപ്പൊ അനുഗ്രഹത്തിനനുസരിച്ചാണ് നന്ദി പ്രകടനത്തിന് ഗൗരവം കുറയുന്നതും കൂടുന്നതും. അതാണ് ഞാനിത് പറഞ്ഞത്. ആദ്യം അള്ളാഹു പറയാണ്, നേരിട്ട് റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞതാ. അതുകൊണ്ട് നബിയെ, ദാനം ചെയ്യുന്ന മുതലാളിയെ എനിക്ക് ഇഷ്ടമാണ്, ദാനം ചെയ്യുന്ന സാധുവിനോട് വല്ലാത്ത ഇഷ്ടമാണ്. കഴിഞ്ഞില്ല. ഇനി നബി തങ്ങൾ അള്ളാഹു തുടരുന്നു, വ ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്. ആരെ? അൽ ഗനിയൽ അൽ ഫഖീറൽ മുതവാദി, വിനയം കാണിക്കുന്ന സാധുവിനോട് എനിക്കിഷ്ടമാണ്. വിനയം കാണിക്കുന്ന സാധുവിനോട് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇവൻ ഏതില്ല, അഹങ്കാരല്ല, തലക്കനല്ല, ഹെഡ്വെയ്റ്റ് ഇല്ല. ഇവന്റെ പരിപാടി എന്താ? എല്ലാവരും മുമ്പിലും എല്ലാവർക്കും മുഖം കൊടുക്കും, എല്ലാവരോടും സലാം പറയും, എല്ലാവരോടും ചിരിക്കും. നല്ലൊരു സാധുവായ മനുഷ്യൻ, നല്ല വിനയ, എല്ലാവരുടെ മുമ്പിലും എത്തും. തന്നെ പോലെ പോക്കറ്റ് വണ്ണുള്ളവനോട് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാത്തവനോട് അതില്ല. തന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ മാത്രം ചിരിക്കുക, അല്ലാത്തവനോട് ചിരിക്കാൻ ഒഴിവില്ല. ഞമ്മന്റെ പാർട്ടിക്കാരനാണെങ്കിൽ മാത്രം സഹകരിക്കുക, അല്ലെങ്കിൽ ഞാനില്ല. ഈ ശൈലിയൊന്നും അല്ല. പിന്നെയോ തികഞ്ഞ വിനയം, തവാദു, വണക്കം, വിനയം ഇതുള്ള സാധുവിനോട് എനിക്കിഷ്ടമാണ്. പക്ഷേ വൽ ഗനിയൽ മുതവാളി അശദ്, കണ്ടോ, വിനയം കാണിക്കുന്ന മുതലാളിയോട് വല്ലാത്ത ഇഷ്ടമാണ്. കണ്ടോ, ഇവിടെ അപ്പം കണ്ടോ നിങ്ങൾ, ഇവിടെ തെറ്റുണ്ട് സാധുവാ. കാരണം അവിടെ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. കാരണം സാധു അഹമ്മദ് ആക്ക മൂപ്പർക്ക് ഭയങ്കര വിനയാ, എല്ലാരോടും നല്ല മട്ടത്തിലാ. അതൊരു പക്ഷേ എന്തിനായിരിക്കും എന്നറിയോ? അയാൾക്കറിയും ചെമ്മീൻ തുള്ളിയാ മുട്ടോളെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ തുള്ളിയിട്ട് കാര്യമല്ല, അതിലേറെ നല്ലത് എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ സഹകരിച്ച്, എല്ലാവരും കാണുമ്പം ചിരിച്ച്, എല്ലാവരുടെ കല്യാണപ്പുരയിലും പോയി എല്ലാവരോടും സഹകരിച്ച് ഇങ്ങനെ നീങ്ങളായിരിക്കും നല്ല. എന്നാൽ എൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്തോളൂ. നേരെ മറിച്ച് 10,000 വരുമാനമുള്ള ഒരു ആചാര്
അയാൾ കാണുന്നവരോടൊക്കെ ചിരിക്കാനും മിണ്ടാനും നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പ് കീശയിലുണ്ട്, പോക്കറ്റിലുണ്ട്, പെട്ടിയിലുണ്ട്. എന്നിട്ടാണ് ഇയാൾ എല്ലാവർക്കും മുഖം കൊടുക്കുന്നത്, എല്ലാവരോടും സലാം പറയുന്നതും നല്ല വിനയം കാണിക്കുന്നതും. ഈ മുതലാളിയോട് അള്ളാഹുവിന്റെ സ്നേഹം ചെറുതല്ല. കാരണം ഈ വിനയം എന്തുകൊണ്ട്? ആളെ പോപ്പിക്കാനല്ല, ആളിൽ നിന്ന് എന്തെങ്കിലും നേടാനുമല്ല, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ടാ. എത്ര മുതലുണ്ടെങ്കിലും വിനയം കൈമോശം വരരുതെന്ന് കരുതിയാ. കണ്ടോ നിങ്ങൾ? അപ്പൊ അള്ളാഹു അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വിഷയമുള്ള അനുഗ്രഹത്തിനനുസരിച്ചാണ് വിഷയം അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ മുതലാളിന്റെ ഒപ്പാണ് അള്ളാഹു. നേരത്തെ മുതലാളി പിണങ്ങി, ഇപ്പൊ സാധു പിണങ്ങി. ഇങ്ങനെ ഒരു കൂട്ടർ പിണങ്ങുമ്പോ ഒരു കൂട്ടർ നന്നായി അങ്ങനെ പോകും. അതാ ഹദീസിന്റെ സ്വഭാവം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഹബീബ് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവാണ് പറയുന്നത്, അള്ളാഹു പറഞ്ഞു വൗഹിബ്ബു, അതുപോലെ നബിയേ എനിക്കിഷ്ടമാണ്. ആരോടെന്നറിയോ? അൽ അനുസരിക്കുന്ന വയസ്സനെ എനിക്കിഷ്ടമാണ്. പാപ്പാർക്കൊന്നും വിഷമം തോന്നരുത് കേട്ടോ, ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അനുസരിക്കുന്ന വയസ്സനെ എനിക്കിഷ്ടമാണ്. അനുസരിക്കുന്ന യുവാവിനോട് എനിക്ക് പെരുത്തിഷ്ടമാണ്. അങ്ങനെയാണ് അല്ലാഹു പറയുന്നത്. അതെന്തേ കാരണം? എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കണം. ഇവിടെയാണ് നമ്മൾ നെയ്യട്ടോടം കുട്ടിയാലി വാരി എന്ന് പറയും പോലെ ഓടി വരേണ്ടത് ഇവിടെയാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വാപ്പ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ വാപ്പ മുട്ടുംകാലിന് നീര് വന്ന് കുഴങ്ങിയ കാലം, ഇങ്ങനെയൊക്കെ ഇടങ്ങാറായി 20 റക്അത്ത് ആ വാപ്പ നിസ്കരിച്ചാൽ അള്ളാഹു വാപ്പാനോടുള്ളത് ലോക്കൽ സ്നേഹ. വാപ്പാര് വിഷമിക്കരുത്, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അതേസമയം എനിക്കൊരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം. 20 റക്അത്ത് നിസ്കരിക്കാൻ ഒരു വിഷമമില്ല. കൈ കുത്തി വിഷമിച്ച് പൊങ്ങും താവും ഒന്നും വേണ്ട. അങ്ങനെ ഞാനാണ് പോയി നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് എന്നോട് അള്ളാഹ്ക്കുള്ള ഇഷ്ടോ വാപ്പാനേക്കാൾ ഇഷ്ട ഞാൻ പോയി നിസ്കരിച്ചാൽ. ഇതല്ലേ അനുസരിക്കുന്ന വയസ്സനോട് ഇഷ്ടം, അനുസരിക്കുന്ന യുവാവിനോട് വല്ലാത്ത ഇഷ്ടം. അതേ രൂപത്തിൽ മറ്റൊരു ഉദാഹരണം പറയാം. പ്രിയപ്പെട്ട സഹോദരി, എന്റെ ഉമ്മ ചിന്തിക്കുക. 50 കഴിഞ്ഞ ഒരു ഉമ്മ മുഖമക്കനെ ഇട്ട് പർദ്ദയിട്ട് മട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടം തന്നെ, അള്ളാഹ്ക്ക് ഇഷ്ടാണ്. പക്ഷേ 20 കഴിഞ്ഞ തന്റെ മോള് ഉമ്മാന്റെ കൂടെ അതുപോലെ മുഖമക്കനയിട്ട് മറയില് പർദ്ദയിട്ട് പോകുന്നത് കാണുമ്പം അള്ളാഹ്ക്ക് ഈ മുന്നിൽ നടക്കുന്ന ഉമ്മയോടില്ലാത്ത ഇഷ്ടം പിന്നാലെ നടക്കുന്ന ഈ 20കാരിയെ കാണുമ്പോഴുണ്ട്. എന്തേ കാരണം? കൂട്ടുകാര് ചിന്തിക്കണം. എന്തേ മറ്റേ സ്ഥലത്ത് മകൻ ചെന്ന് തറാവീഹ് നിസ്കരിച്ചപ്പോ ഉപ്പാക്ക് അള്ളാഹ്ക്ക് കൂടുതൽ സ്നേഹം തോന്നാൻ കാരണം? ഇത് പറയുമ്പോ ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പറഞ്ഞേക്കാം, ഉമ്മമാര് പറഞ്ഞേക്കാം, എന്താ മുസ്ലിയാരെ ഇത് അള്ളാഹു ഇങ്ങനെ വിവേചനം കാണിക്കാൻ പറ്റുമോ? എന്നല്ല, എനിക്കല്ലേ കൂടുതൽ തരേണ്ടത് വാപ്പ ചോദിച്ചേക്കാം. ഞാൻ ഈ മുട്ടുംകാലിൽ നീര് കെട്ടി വീർത്ത സമയത്ത് ഞാൻ 20 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് 2ാം നമ്പർ സ്നേഹം എന്നാ ഈ പണിക്കാനാവൂല. അങ്ങനെ വാപ്പാര് പറഞ്ഞു ഒയ്യരുത്. ഉമ്മ ചോദിക്കുക, എന്താ ഞാട്ടോ മുഖമക്കൻ എന്നല്ലേ, ഓളിട്ടോ മുഖമക്കൻ എന്നെ, എന്താ രണ്ടാക്കും ഒരു മാറ്റം? എനിക്കും അതുപോലെ കൂലി വേണ്ടേ? പഠിച്ചോൻ എന്നോടും കൂടുതൽ സ്നേഹം വേണ്ടേ? അവിടെ ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കാം, വാപ്പാനോടും ഉമ്മാനോടും കൂടെ കൂട്ടിയിട്ട്. ഈ ബാക്കിൽ നടക്കുന്ന ഈ സഹോദരിയെ പോലെ വാപ്പാന്റെ കൂടെ എന്ന് നിസ്കരിച്ച ഈ മകനെ പോലെ ഒരു പ്രായം ഈ വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പ്രായത്തില് ഉപ്പ നിങ്ങൾ തറാവീഹ് എന്നും കൃത്യമായിട്ട് കരിക്കലുണ്ടായിനോ? മൂല്യാരെ അത് നിങ്ങൾ ചോദിക്കല്ലേ, അത് നിങ്ങൾ ചോദിക്കല്ലേ. അന്ന് തറാവീഹ് പോയിട്ട് ഫർളന്നെ കരിക്കലില്ല. അങ്ങനെയായിരിക്കും വാപ്പാന്റെ മറുപടി പലപ്പോഴും. ഞാൻ അങ്ങനെ ഒരു 10-50 വയസ്സായാലും പിന്നെ പള്ളിക്കാട് കയറിയതാ, പിന്നെ സുന്നത്തും ദിക്റും ജഗപുകയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് പറഞ്ഞതിന് ആരും ഈ പണി നിർത്തരുത് കേട്ടോ തുടങ്ങിയോല്. കാരണം നിർത്തിയാൽ അതിലേറെ അപകട. അതിന് വേറെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ നേരെ ഓപ്പോസിറ്റുകൾ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത്, എന്തേ 20 വയസ്സുള്ള ചെറുപ്പക്കാരനായ കാലത്ത് നിങ്ങൾ നിസ്കരിച്ചില്ല? മനസ്സ് അനുവദിക്കൂല, ശരീരം അനുവദിക്കൂല. ഇന്നന്നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. അതെ, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മജ്ജയും മാംസവും രക്തവും ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഏറ്റവും തിന്മ കൂടുതൽ കൽപ്പിക്കുക. അപ്പൊ നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ തോന്നൂല. അതുകൊണ്ട് അന്ന് ചെയ്തില്ല. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ അന്നത്തെ പോലെ ചോരത്തിളപ്പുള്ള മകനായിവൻ, എന്നിട്ട് ഇവൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ
അള്ളാഹു തികച്ചും അവന് കൂടുതൽ പ്രതിഫലം കൊടുക്കും. സഹോദരിയോട് ചോദിക്കാൻ, ഉമ്മാനോട്, ഉമ്മ നിങ്ങളുടെ മകളെപ്പോലെ ഒരു പ്രായം നിങ്ങൾക്കുണ്ടായിരുന്നു, 20 നിറഞ്ഞു നിൽക്കുന്ന പ്രായം. അന്ന് നിങ്ങൾ മുഖമക്കന ധരിച്ചിരുന്നോ? അന്ന് ഉസ്താദെ മുഖമക്കന പോയിട്ട് അന്ന് ശരിക്ക് മര്യാദക്ക് വസ്ത്രം ധരിക്കലല്ല, അടിവയറ്. അന്നത്തെ ഫാഷൻ അനുസരിച്ച് ഞാൻ സാരി ചുറ്റി എന്റെ അടിവയറ് പലപ്പോഴും അന്യപുരുഷന്മാർക്ക് സൗജന്യ റേഷൻ പോലെ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്നായിരിക്കും മറുപടി. എങ്കിൽ എന്റെ ഉമ്മാനോട് പറയട്ടെ, ഇപ്പൊ ഈ മുഖമക്കനിട്ടതും ഈ പറുതട്ടതും ഒക്കെ എന്താണെന്നറിയോ? നേരത്തെ കാണാൻ കൊള്ളുന്ന പ്രായത്തിൽ ഈ തുടിച്ചു നിൽക്കുന്ന മാംസളഭാഗങ്ങൾ ജനങ്ങൾക്ക് കാണിക്കാൻ നിങ്ങളുടെ മനസ്സ് വെമ്പി. അന്ന് നിങ്ങളത് കാണിച്ചു. ഇന്ന് ഇനി ഇത് കാണിച്ചാലും ആരും കാണാനില്ല, അപ്പൊ കെട്ടിപ്പൊതിഞ്ഞ് അടക്കായിരിക്കാം, അങ്ങനെയും ആവാം. എന്നാൽ എന്റെ കൂട്ടുകാര് ശ്രദ്ധിക്കണം, നിന്റെ കൂടെ നടക്കുന്ന എന്റെ ഉമ്മ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂടെ നടക്കുന്ന 20കാരി നിങ്ങളെപ്പോലെ അവളുടെ തുടിച്ച മാംസള ഭാഗങ്ങള് മറ്റു അന്യർക്ക് കാണിക്കാൻ അവൾക്കും മനസ്സുകൊണ്ട് താല്പര്യമുണ്ടാകും. പക്ഷേ പടച്ചറബ് അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് അവള് മറയിലിരിക്കുന്നു. അള്ളാഹുവിന് അവളോട് താല്പര്യം ഉണ്ടാകൂലേ? കൂടുതൽ താല്പര്യമുണ്ടാകും. അതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ ഹദീസിന്റെ താല്പര്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 ആള് ആയി. 3 ആളുകളോട് ലോക്കൽ സ്നേഹം, 3 ആളുകളോട് വല്ലാത്ത സ്നേഹം. എന്നാൽ ഈ ഹദീസ് പറയുമ്പം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓരോ സ്റ്റെപ്പും കഴിയുമ്പം അതിനനുസരിച്ച് ഇങ്ങനെ ചിന്തിക്കണം. യുവത്വം ഉള്ള യുവാക്കളോട് പറയട്ടെ, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം മക്കളെ, നഷ്ടപ്പെടുത്തല്ല. നിങ്ങൾ ഓരോ അനക്കത്തിനും ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ അനങ്ങുമ്പം നിസ്കരിക്കാൻ, നോമ്പനുഷ്ഠിക്കാൻ, ഇസ്ലാമിക പ്രവർത്തനത്തിന്, സുന്നി ജാഗരണത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇല്ല, അല്ലാഹു നിങ്ങളെ കാണാതിരിക്കില്ല. മക്കളെ നിങ്ങൾക്ക് തരും. അസ്ഹാബുൽ കഹ്ഫിന് കൊടുത്ത അല്ലാഹു ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞ ആ യുവാക്കൾക്ക് അല്ലാഹു നൽകിയതുപോലെ നിങ്ങൾക്ക് അല്ലാഹു തരും, തരാതിരിക്കില്ല. അതുകൊണ്ട് എന്റെ മക്കൾ പ്രവർത്തിക്കണം, ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, ദീനിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കണം. ഫർള് നിസ്കാരം എന്തായാലും ഒഴിവാക്കരുത്. ശ്രദ്ധിക്കുക സഹോദരിമാരെ, നല്ല സമയമാണ്. ഈ യുവത്വം തുളുമ്പി നിൽക്കുന്ന പ്രായം. നന്നായി ചിട്ടയോടെ നടന്നോ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നിങ്ങളെ കാണും, കാണാതിരിക്കില്ല. നിങ്ങൾക്ക് പ്രതിഫലം തരും, നിങ്ങൾക്ക് വേണ്ടുവോളം തരും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ തരും. അതാണ് ഉണ്ടാകുക. അതുകൊണ്ട് സഹോദരിമാർ, നഷ്ടപ്പെട്ടു പോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും സങ്കടപ്പെടാനില്ല. നഷ്ടപ്പെട്ടു എന്തായാലും ഇനി തിരിച്ചു കിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും നന്നാകുക. നഷ്ടപ്പെട്ടു പോയ കാലം ഓർത്ത് പൊട്ടിക്കരയുക. അള്ളാഹു പുറത്തു തരും. അതേ മാർഗമുള്ളൂ. നഷ്ടപ്പെടാത്തവർ നല്ല ഭാഗ്യവാന്മാരാണ് നമ്മൾ. കേട്ടു. ഇനിയെങ്കിലും നിങ്ങൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കൂ. ഇതാണ് എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അതിന്റെ മറുഭാഗം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. നബിയേ, എനിക്ക് 3 ആളുകളോട് ദേഷ്യാണ്. 3 ആളുകളോട് എനിക്ക് കടുത്ത ദേഷ്യമാണ്. എന്റെ കണ്ണിന് നേരെ അവരെ കണ്ടൂടാ, എനിക്ക് അവരെ കാണണ്ട എന്ന് അല്ലാഹു പറഞ്ഞു. ആരാണ് ഈ 3 പേര്? ആദ്യം ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അല്ലാഹു പറയുന്നു, ഉബ്ഗിദു, എനിക്ക് ദേഷ്യമാണ് നബിയേ. ആരോട്? അൽ ഫഖീർ അൽ ബഖീൽ, ലുബ്ധനായ സാധുവിനെ എനിക്ക് കണ്ടൂടാ. വൽ ഗനിയൽ ബഖീല അശദ്, ലുബ്ധനായ മുതലാളിയെ തീരെ കണ്ടൂടാ. എന്താ പറഞ്ഞത്? സാധു ലുബ്ധത കാണിക്കുമ്പോ അത് അല്ലാഹു കണ്ടൂടാ. അങ്ങനെ ഉണ്ടാവും ചിലര്. ആള് സാധുവാണ്, അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റൂല. ചെയ്യേണ്ടത് ചെയ്യണം, കൊടുക്കേണ്ടത് കൊടുക്കണം. ഞാൻ കുട്ടിക്ക് ചിലവൊന്നും കൊടുക്കൂല. എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും തരേണ്ടോടത്താണുള്ളത്. ഞാൻ പള്ളിക്കൂല്ല, കമ്മിറ്റിക്കൂല്ല, ഒരു പിരിവിനുമില്ല. കാരണം എനിക്കൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും തരണം എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് കൊടുക്കണം, ഉള്ളതിൽ നിന്ന് കൊടുക്കണം. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫല്യുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? ഒരാൾക്ക് അല്ലാഹു സഅത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടം പോലെ വിശാലതയും ആശ്വാസവും നൽകിയിട്ടുണ്ട് സമ്പത്ത് എങ്കിൽ, ഫല്യുൻഫിഖ് മിമ്മാ മിൻ സഅതിഹി,
അവൻ അവന്റെ ആശ്വാസത്തിനനുസരിച്ച് കൊടുക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, അവന്റെ സ്വന്തം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ അവന് ഇടുക്കമാണ്. ഇങ്ങനെയുള്ള കൂട്ടുകാരൻ ഫല്യുംഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അല്ലാഹ് കൊടുത്തതിലൊരു ഭാഗം അവനും കൊടുക്കട്ടെ. സാധുവാണെന്ന് പറഞ്ഞിരിക്കരുത്, ഉള്ളതിൽ ഓരോരി കൊടുക്കണം. 10 പൈസയാണെങ്കിൽ അത് കൊടുക്കണം. 1 രൂപയാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ കൊടുക്കണം. കൊടുത്ത കൂലി നിങ്ങൾക്കും വേണ്ടേ? അപ്പം സാധുവാണെന്ന് പറഞ്ഞ് ലുബ്ധനാകരുത്, കൊടുക്കണം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന യതീംഖാനപ്പെട്ടി, മർക്കസിന്റെ ധർമ്മപ്പെട്ടി, ഈ തുടങ്ങിയ സാധു സംരക്ഷണ ഫണ്ടുകളിലേക്ക് നിങ്ങൾ ഇടണം, നിങ്ങൾ സംഭാവന നിക്ഷേപിക്കണം. എത്ര ഇല്ലാത്തവരായാലും ഉള്ളതിനനുസരിച്ച് കൊടുക്കണം. അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുന്നു വൽ ഖനിയൽ ബഖീലാശത്ത്, അതേസമയം അവൻ അള്ളാഹ്ക്ക് കണ്ടൂടാ. സാധു ലുബ്ധത കാട്ടി അള്ളാഹ്ക്ക് കണ്ടൂടാ പിശുക്കനായ സാധുവിനെ. എന്നാ പിശുക്കനായ മുതലാളിനെ അങ്ങനെ കണ്ണിന്റെ നേരെ കണ്ടൂടാം. എന്താ കാരണം? അള്ളാഹ് ചോദിക്കാം, മോനെ അബൂബക്കർ കൊടുക്കാത്തത് ഓനും കുട്ടിയേക്കും കയ്യാൻ വയ്യ, ഓലെന്നെ കഷ്ടപ്പെട്ടാ കയ്യൻ. നിന്റെ പെട്ടിയിൽ പണം പൂത്ത് കിടക്കുകയാണല്ലോ, എന്നിട്ട് നീ കൊടുക്കുന്നില്ലേ? ഇതാണ് അള്ളാഹുവിന് ഒരു വല്ലാത്ത ഒരു അമർഷം. അതാണ് വൽ ഖനിയൽ ബഖീലാശത്ത്. ഇനി അള്ളാഹു പറയുന്നു, തുടർന്ന് നമുക്ക് പറയാം, പെട്ടെന്ന് ചർച്ച തീർക്കുകയാണ്. അള്ളാഹു പറയുന്നു വൗബഗിദു, എനിക്ക് ദേഷ്യമാണ്. ആരോട്? അൽ ഖനിയൽ മുതകബ്ബിറ, അഹങ്കാരിയായ തലക്കനം കാട്ടുന്ന മുതലാളിയെ എനിക്ക് കണ്ടൂടാ. വൽ ഫഖീറൽ മുതകബ്ബിറ അശദ്, അഹങ്കാരിയായ സാധുവിനെ തീരെ കണ്ടൂടാ. എന്തേ ഇങ്ങനെ? എന്താണ് ഇങ്ങനെ? അള്ളാഹു പറയാ, അഹങ്കാരിയായ മുതലാളി എനിക്ക് തീരെ കണ്ടൂടാം. മുതൽ അഹങ്കരിക്കാനുള്ളതല്ല. മുതലുണ്ടായ മനുഷ്യൻ അഹങ്കരിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അഹങ്കരിക്കാനുള്ള വസ്തു അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അഹങ്കരിക്കരുത്, അത് കരുതി. കാരണം മുതല് എന്ന് പറയുന്നത് അള്ളാഹു ജനങ്ങളെ പരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തണുത്ത തണല. അതെപ്പോഴാ നീങ്ങാന്ന് പറയാൻ പറ്റൂല. ഇന്നത്തെ പണക്കാരൻ നാളത്തെ സാധുവാ. ഇന്നത്തെ സാധു ബീഡി തിരക്കുന്നവൻ നാളത്തെ കോടീശ്വരനാ. പണം മനുഷ്യരുടെ കയ്യിലെ അതിഥിയാണ്. ഈ ബോധം വേണം. പണം നമ്മുടെ പോക്കറ്റിലെ ഗസ്റ്റാണ്. എപ്പോഴാ പോകുക എന്ന് പറയാൻ പറ്റില്ല. അത്രയൊക്കെ ഉറപ്പിച്ചാൽ മതി. അത് കണ്ട് ആരോടും പോക്കിരിത്തരം കാണിക്കരുത്, ആരോടും ഞെളിയരുത്, ആരോടും തലക്കരം കാണിക്കരുത്. തന്നെ പോലെ പോക്കറ്റ് വീർത്തവനോട് മാത്രം അസ്സലാമു അലൈക്കും, അവനെ മാത്രം ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ കല്യാണം വെച്ച കല്യാണത്തിന് പോകണമെങ്കിൽ തന്നെ 25 രൂപ വണ്ടിക്കൂലി കൊടുക്കണം. എന്നിട്ട് നാട്ടിലെ സാധുക്കൾക്കൊന്നും കല്യാണമില്ല. ആ നാട്ടിലെ മുതലാളിമാരെ മാത്രം തെരഞ്ഞു പിടിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കല്യാണം കൊണ്ടുപോയി വെച്ച് നാട്ടിലെ പാവങ്ങൾക്കൊരു പിടി അന്നം വാരിത്തിന്നാൻ ചോറ് കൊടുക്കാൻ മടിക്കുന്ന പ്രിയപ്പെട്ട മുതലാളിമാരെ, പടച്ചറബിന്റെ കടുത്ത താക്കീത് നിങ്ങൾ കേട്ടോ പറ്റൂ എന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ, കല്യാണ മണ്ഡപത്തിലേക്ക് കല്യാണം നീക്കുന്നതിനല്ല ഞാൻ വിമർശിക്കുന്നത്. നിങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് കല്യാണം നീക്കിയാൽ വരാനുള്ള 25 ഉറുപ്പ്യം കൂടെ കല്യാണം പറയുമ്പോൾ കൊടുക്കണം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, സാധുക്കൾ വരൂല, മുതലാളിമാര് മാത്രമേ വരൂ, വണ്ടിയുള്ളവരെ എത്തൂ, കാശുള്ളവരെ എത്തൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതുകൊണ്ട് ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഫുഖറാഇനെ മാറ്റി നിർത്തി അഗ്നിയാഇനെ മാത്രം വിളിക്കുന്ന സദ്യ വളരെ മോശപ്പെട്ട സദ്യയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ചിന്തിക്കണം. അതുകൊണ്ട് ഉള്ളത് സൗകര്യമൊക്കെ കുറച്ച് കുറഞ്ഞാലും അവനാന്റെ കണ്ടത്ത് വെച്ച് തന്നെ ആക്കി കളി, ആ ഭംഗി. മറ്റേതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ സാധുക്കളെയൊക്കെ വണ്ടി ഏൽപ്പിച്ച് അവിടെ എത്തിക്കുന്നൊരു സിസ്റ്റം ഉണ്ടാക്കണം. ഒരു വണ്ടി എന്നാൽ ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുക, കല്യാണത്തിന് ആളെ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളെ കുപ്പയെ വെച്ചിട്ട് തന്നെ പരിപാടി നടക്കട്ടെ, എന്നിട്ട് നമ്മുടെ നാട്ടിലെ സാധുക്കൾ അതിൽ കൂടട്ടെ. ഇത് ഓരോരുത്തരെയും ഞാൻ ഗൗരവപൂർവ്വം അറിയിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു പറഞ്ഞു അഹങ്കരിക്കുന്ന ഈ മുതലാളിയോട് അള്ളാഹുവിന് ദേഷ്യമാണ്, കണ്ടൂടെ അള്ളാഹുവിന്. പക്ഷേ അത് ലോക്കൽ ദേശീയ. പക്ഷെ ഈ ലോക്കൽ ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതാക്കരുതിട്ട് അതിനെ. ഈ പറയുന്ന ആപേക്ഷികമായിട്ടാ, ശേഷമുള്ളതിലേക്ക് നോക്കിയിട്ടാ. വൽ ഫഖീറൽ മുതകബ്ബിറ അശദ്ദ. എന്നാ ഇതാണ് ഇപ്പൊ കാര്യമായിട്ടുള്ള രോഗം, നമ്മളെ രോഗം. അഹങ്കാരിയായ സാക്ക് തീരെ കണ്ടൂടാം.
10 പൈസന്റെ വകുപ്പുണ്ടോല്ല, കിബിർ എടുക്കാൻ മാത്രം ഉണ്ട്. അതാണ് ഇപ്പൊ നമുക്കൊക്കെ ഉള്ള രോഗം. യഥാർത്ഥത്തിൽ എല്ലാ നാട്ടിലും ഇറങ്ങി വന്നുള്ള രോഗത. ഒരാൾക്കും കീപ്പിട്ട് കൊടുക്കൂല. ഓനാരാ, ഈ ഒരു നയം തന്നെ എല്ലാവരുടെയും മനസ്സിൽ. എന്നാലോ 10 ഉറുപ്പ്യക്കുള്ള വയ്യുണ്ടോ ഇല്ല. അപ്പൊ അള്ളാഹ് അവിടെ ചോദിക്കുന്നത്, കൂട്ടുകാരാ, അയൽപക്കത്തെ ഉസ്മാനാജി അഹങ്കരിക്കുന്നത് കണ്ട് നീ അഹങ്കരിക്കല്ല. ഉസ്മാനാജി, ധനികനായ ഉസ്മാനാജി അഹങ്കരിക്കുമ്പോ അള്ളാഹുവിന് ദേഷ്യമാണ്. അതേസമയം തൊട്ടടുത്തുള്ള സാധുവായ മുഹമ്മദ് അഹങ്കരിക്കുമ്പോ കടുത്ത ദേഷ്യമാണ്. അതെന്തേ മുഹമ്മദിനോട് അള്ളാഹ് പറയണത്? ചങ്ങാതിയെ, അയലൊക്കക്കാരൻ ഉസ്മാനാജി അഹങ്കരിക്കണുണ്ട്, ഈ അഹങ്കരിക്കല്ലേ. അയാൾ നടക്കണുണ്ട്, ഈ നടക്കല്ലേ, ഞെളിയല്ലേ. കാരണം അദ്ദേഹത്തിന് 10 ഉറുപ്പ്യെങ്കിലും ഉണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് തെറ്റാണ്. എന്നാൽ നിനക്കൊരു 10 ഉറുപ്പ്യം കൂടി ഞാൻ തിന്നണമെങ്കിൽ മോനെ അയ്യൊക്കെ എവിടെ ഉണ്ടാകുക? ഇതാ അള്ളാഹുവിന്റെ ചോദ്യം. അപ്പൊ ഒരു 10 ഉറുപ്പ്യം കൂടെ നിനക്ക് ഞാൻ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ നിന്നെയൊക്കെ പിടിച്ചോ? ഇതെന്നെ ചോദ്യം. സംഗതി ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം തിരുത്തേണ്ടത് ഇതൊക്കെയാണ്. നമ്മൾ തിരുത്തേണ്ടത് ഇവിടെയാണ്. നമ്മൾ ഈ രൂപത്തിലുള്ള അഹങ്കാരവും ധിക്കാരവും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മൾ അവസാനിപ്പിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അവസാനത്തെ ഒരൊറ്റ ബാച്ചിനെയും കൂടെ നമുക്ക് എണ്ണണം. നബിയേ, എനിക്ക് ദേഷ്യമാണ്. ആരോട്? അശ്ശാബൽ അസിയ, തെറ്റു ചെയ്യുന്ന യുവാവിനെ എനിക്ക് കണ്ടുകൂടാ നബിയേ, എനിക്ക് കണ്ടൂടാ. തെറ്റ് ചെയ്യുന്ന യുവാവിനെ എനിക്ക് കാണണ്ട നബിയേ, അവനെ കാണണ്ട. എന്തിനാ? അവന് തെറ്റ് ചെയ്യാൻ പാടില്ല, യുവാവാണെന്ന് കരുതി. അതേസമയം അള്ളാഹ് പറയാൻ, തെറ്റു ചെയ്യുന്ന വയസ്സിനെ തീരെ എനിക്ക് കണ്ടൂടാ. അതെന്തേ കാരണം? മകൻ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടല്ല, വാപ്പ തെറ്റ് ചെയ്യുമ്പോ കൂടുതൽ സ്ട്രോങ് ആകുക അള്ളാഹു. അതെന്തേ കാരണം? സംഗതി ഉണ്ട്. മകന് നല്ല ചോരത്തളപ്പുള്ള സമയ, അപ്പം വേണ്ടാത്തതിനൊക്കെ തോന്നും. അവനത് ചെയ്തു എന്നും വന്നേക്കാൻ ചെയ്യാൻ പാടില്ല, ചെയ്താൽ അള്ളാഹ്ക്ക് വെറുപ്പാണ്. വാപ്പ ചെയ്താലോ? വാപ്പ ചെയ്താൽ അള്ളാഹ് ചോദിക്കണ്, ചങ്ങാതി എന്റെ മകന് 10 വയസ്സായിട്ടുള്ളൂ, അല്ലെ 10-30 വയസ്സായിട്ടുള്ളൂ, എനിക്ക് 60-70 ആയല്ലോ, കുജിക്ക് കാല് കിട്ടാനാ, ഇഞ്ഞു നന്നാവില്ലെങ്കിൽ ഇഞ്ഞ് നന്നാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ഇപ്പോഴും നന്നാവില്ല, ഇനി എന്നായി നന്നാവുക? ഇതാ അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹ്ക്ക് കൂടുതൽ വിഷമുണ്ടാകാൻ കാരണം അതാ. ഇനി എന്നായി നന്നാകാൻ? മനുഷ്യന് മരിക്കാനാവുമ്പോഴെങ്കിലും ഒരു ബോധം വരാറുണ്ട്. ഇനിയും നന്നാകുന്നില്ലേ? ഇനിയും നിക്കരിക്കണം എന്നായിട്ടില്ലേ? ഇനിയും തെറ്റ് ചെയ്യാണോ? ഇത് വലിയ ഗൗരവമുള്ള കേസാ. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം തിരുത്തി കൂട്ടത്തിൽ പോകാം. അതെന്തിനാ പറയുന്നത്? ചിലപ്പോ ഞാൻ ആകെ പറഞ്ഞിട്ട് 2 മണിക്കൂർ വയത് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരി ഒരു പക്ഷെ ഇവിടെ ആയിരിക്കും ചെറുപ്പക്കാർക്ക്. എന്താ ഇപ്പൊ മൂല്യാരിപ്പ് എന്ന് പറഞ്ഞത്? ഞമ്മക്ക് ഇപ്പൊ ഇടക്കൊന്ന് പോയി കണ്ടു വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്ന് ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് വിചാരിച്ച് അശ്ലീല പഠം തന്നെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. വാപ്പിയമ്മയും വരുന്നുണ്ടോ എന്ന് ശരിക്കും നോക്കുക. വാപ്പിയമ്മയും വരുന്നുണ്ടേ പറയാം, നിങ്ങളോട് വരണ്ടാന്നപ്പം തന്നെ മൂല്യാര് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് കുറച്ചൊക്കെ പറ്റുന്നാ പറഞ്ഞത്. അങ്ങനെ ഒരൊറ്റ കുട്ടിയും ഇതിനെ വ്യാഖ്യാനിക്കരുത്. നിങ്ങൾക്ക് എടുക്കാൻ മാത്രം ഈ ലോക്കൽ ദേഷ്യം തന്നെ ഉണ്ടാവും. പക്ഷേ ഈ നീച്ചാൻ വെച്ചാത്ത തന്തി, ഈ കണ്ണട വെച്ച് ടെലിവിഷൻ നോക്കണ ഈ തള്ളി, ഇവരല്ല എന്തായാലും വിടൂല. അതാണ് ഇതിനിപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഇവരെന്തായാലും അല്ല വിടൂല. അല്ലാതെ നിങ്ങൾ അള്ളാഹു വിടുമെന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾക്കും എനിക്കും എടുക്കാൻ മാത്രം നമ്മൾക്ക് ആ ഉള്ള ദേഷ്യം തന്നെ മതി. അതുകൊണ്ട് കൂട്ടുകാരെ, ഒഴിയണം, ഒഴിഞ്ഞു ജീവിക്കണം. ഇങ്ങനെയുള്ള തിന്മയിലേക്കൊന്നും നമ്മൾ അടുത്തു പോകരുത്. എന്തിനാണ് ഞാൻ ഈ 12 പേരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയതെന്നറിയോ? എന്റെ കൂട്ടുകാരോട് ഈ ഒരു വിഷയം പറയാനാ. എന്ത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തോതനുസരിച്ചാണ് അള്ളാഹു നന്ദി പ്രകടനത്തിന് മാർക്കിടുന്നത്, കൂലി നൽകുന്നത് എന്ന് അള്ളാഹു നേരിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് ഹബീബ് നമ്മെ പറഞ്ഞു കേൾപ്പിക്കാൻ നമ്മൾ കേട്ടു. ഇനി നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഓരോരുത്തരും ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. യുവാക്കളെ, യുവത്വം നഷ്ടപ്പെടുത്തേണ്ട. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അവസാന കാലത്തെങ്കിലും നന്നാകാനുള്ള ബോധം ഇത് തിരുത്തണ്ട. നന്നായി പോകുക, വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വ്യഭിചരിക്കുന്ന വയസ്സൻ ഹദീസിൽ പ്രത്യേകം പിടികൂടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രധാന കാരണം ഇതാണെന്നുകൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കലും മറന്നുപോകരുത്. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ സൂറ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ബാക്കിയുള്ള ആയത്തുകളിലേക്ക് കടക്കുകയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ, മനുഷ്യൻ തന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. എന്നിട്ട് വ ഇന്നഹു അലാ
ദാലിക ലശഹീദ്. ആ ചിത്രം നിനക്ക് കാണണോ? അവൻ തന്നെയാണ് അതിന് സാക്ഷി. മുഹമ്മദിന്റെ വാക്ക് നോക്ക്, അവന്റെ പ്രവൃത്തി നോക്ക്, അവന്റെ ചിന്ത നോക്ക്. നാളെ പുലർച്ചെ മുതൽ എന്റെ കൂട്ടുകാരും എന്റെ കൂട്ടുകാരികളും നോക്കേണ്ടത് ഇതാണ്. എന്റെ വാക്കെവിടെ, എന്റെ പ്രവൃത്തി എവിടെ, എന്റെ വിശ്വാസം എവിടെ? പഠിച്ചവനെ, നീ വിലക്കിയതാണോ, നീ പാടില്ലെന്ന് പറഞ്ഞതാണോ, നീ ഇഷ്ടപ്പെടാത്തതാണോ എങ്കിൽ അത് ദൂരെ എറിയൂ മക്കളെ. എന്തിന്? വിജയം കിട്ടാൻ, വിജയം വരിക്കാൻ. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യനോട് സമ്പത്തിനോടുള്ള പ്രേമം മൂത്തവനാണ്. സമ്പത്തിനോടുള്ള പ്രേമം മനുഷ്യന് പിടിച്ചാൽ കിട്ടാത്ത സ്നേഹമാണ്. ഇതുണ്ടാകുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സുഖക്കേടുകളൊക്കെ ഉണ്ടാകുന്നത്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അൻ റആഹു ഇസ്തഗ്ന. മനുഷ്യൻ പിഴക്കുന്നത് അർആഹു ഇസ്തഗ്ന, എന്നെക്കുറിച്ച് ഞാൻ സ്വയം പര്യാപ്തനാണെന്ന് തോന്നുമ്പോഴാണ്, എന്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി എന്ന് തോന്നുമ്പോഴാണ് ഞാൻ പിഴക്കുന്നത്, ഞാൻ യഥാർത്ഥ റൂട്ടിൽ നിന്ന് തെറ്റുന്നത്, ഞാൻ വ്യതിചലിക്കുന്നത്. കൂട്ടുകാരോർക്കുക, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. അവസാനം പടച്ച റബ്ബ് ഒരു താക്കീത്, ആ താക്കീതും കൂടെ കേൾപ്പിച്ച് നമുക്ക് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അഫലാ യഅലം, ഈ മനുഷ്യ ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളത് പുറത്തെടുക്കപ്പെട്ടാൽ, മോനെ ഈ പോക്കിരിത്തരക്ക് എങ്ങോട്ടാ, ഈ ധിക്കാരം എങ്ങോട്ടാണ്, ഈ നിസ്സംഗത എങ്ങോട്ടാണ്, ഈ കൂശായ്മ എങ്ങോട്ടാണ്? ഇത് അപകടം ചെയ്യും, നിനക്കറിയില്ലേ? ഇതാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തെടുക്കപ്പെട്ടാൽ, ഖിയാമത്ത് നാൾ വന്നാൽ വഹുസ്സില മാ ഫിസ് സുദൂർ, മഹ്ശർ വന്ന് നിങ്ങളുടെ മനസ്സകത്ത് നെഞ്ചകത്ത് ഒളിഞ്ഞുകിടക്കുന്ന വികലമായ ആശയങ്ങള്, വികലമായ പ്രവർത്തനങ്ങള്, വികലമായ കാര്യങ്ങള്, നിങ്ങളുടെ നെഞ്ചിനുള്ളിലുള്ളത്, നിങ്ങളുടെ രഹസ്യങ്ങള്, യൗമ തുബ്ലസ് സറായിർ എന്ന് മറ്റൊരിടത്ത് പറഞ്ഞില്ലേ? രഹസ്യങ്ങൾ കീറി മുറിക്കപ്പെടുന്ന ദിവസം നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ആ വലിയ പൊതുജന സദസ്സില് പുറത്തു കൊണ്ടുവന്നാൽ, ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ഖബീർ, അന്ന് അവരുടെ നാഥൻ ഈ ജനങ്ങളുടെ ഓരോരുത്തരുടെ കാര്യത്തിലും, പെരുമണ്ണയിലെ ഓരോ സഹോദരന്റെ കാര്യത്തിലും, ഓരോ സഹോദരിയുടെ കാര്യത്തിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക, എന്റെയും നിങ്ങളുടെയും ഒക്കെ കാര്യത്തില് പ്രവൃത്തിയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും ചിന്തയെക്കുറിച്ചുമൊക്കെ ലഖബീർ, പടച്ച റബ്ബ് വ്യക്തമായ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. അവനെ തിരുത്താൻ കഴിയില്ല, അവൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, അവന്റെ കമ്പ്യൂട്ടറിൽ ഒന്നുപോലും മറഞ്ഞു പോകില്ല. ഒരു ചെറിയ അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ അതുണ്ട്, തിന്മയുണ്ടെങ്കിൽ അതുണ്ട്, അനുഭവിക്കേണ്ടി വരും. സംശയിക്കണ്ട, ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. അതിന് പരലോകത്തേക്കുള്ള ഒരുക്കം കൂട്ടുകാർ നമുക്ക് വേണം. നമ്മൾ ആ ഒരുക്കത്തിലേക്ക് തയ്യാറാവണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പരലോകത്ത് ചെല്ലുമ്പം നമുക്ക് സുഖലോക സ്വർഗത്തിലെത്താൻ കഴിയണം. ആ പരലോകത്തെ പേടിച്ച് കരയാൻ നമുക്ക് കഴിയണം, പൊട്ടിക്കരയാൻ കഴിയണം. നിങ്ങൾ ചിന്തിക്കുക, ചരിത്രത്തില് ഒരുപാട് മഹാന്മാരുണ്ട്. അവർ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് അവർ ബേജാറായവരാണ്. അവർ പരലോകത്തെന്താകുമെന്ന ബേജാറില് കരഞ്ഞവരാണ്. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങളല്ല, ജീവിതത്തിൽ ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തില് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പേടിച്ചു കരഞ്ഞ മഹാന്മാർ ഒന്നും രണ്ടുമല്ല. ഒരു ഉദാഹരണം പറയട്ടെ. കരഞ്ഞ് കണ്ണുകലക്കിയ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്ക് അദ്ദേഹത്തെ പരാമർശിക്കാം. നമ്മുടെ സദസ്സിൽ മഹാനവറുകളെയും കൂടെ സദസ്സിൽ പരാമർശിച്ച ബറക്കത്ത് നമുക്ക് കിട്ടണം. ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഭരണം നടത്തുന്ന കാലഘട്ടം ഏതാണ് ഭരണം? ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എന്തോതിയാലും ആ കിതാബിന്റെ മുമ്പില് കാന വഖാഫൻ ഇൻദ കിതാബില്ല, കിതാബിന്റെ മുമ്പില് സഡൻ ബ്രേക്ക് ഇടുന്നയാളാ. പിന്നെ അനങ്ങില്ല, മുമ്പോട്ടുമില്ല പിമ്പോട്ടുമില്ല. അരുതെന്ന് പറഞ്ഞത് അരുതാത്തത് തന്നെ
അരുതുന്നത് അരുതെന്ന് പറഞ്ഞത് അരുതാത്തത് തന്നെയാണ്, പാടുണ്ടെന്ന് പറഞ്ഞത് അത് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. ഇക്കോലത്തില് സന്മനസ് കാണിച്ച ഹാറൂൺ റഷീദ് ഒരുപാട് ചരിത്രങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഖുർആൻ ഇങ്ങനെ പറയുമ്പം ഓരോ ആയത്തുകളോട് ഹാറൂൺ റഷീദ് പ്രതികരിച്ചത്, അതിനനുസരിച്ച് പ്രവർത്തികൾ ചിട്ടപ്പെടുത്തിയത്, പലരും ഖുർആൻ ഓതിയിട്ട ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടത് എല്ലാം പറയാനുണ്ട്. കാരണം ഖുർആൻ അങ്ങ് ഓതിയാൽ അവിടെ ഹാറൂൺ റഷീദ് നിൽക്കും. ഈ ഹാറൂൺ റഷീദ് ഒരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് കൂഫയിൽ വന്നിറങ്ങുമ്പം അതാ ഭരണം നടത്തുന്ന ഹാറൂൺ റഷീദ്, ഭരിക്കുന്ന ഹാറൂൺ റഷീദ് കൂഫയുടെ രാജ്യത്ത് മണ്ണിലൂടെ നടന്നു പോകുമ്പോഴാണ് അതാ അവിടെ നിന്ന് ബഹ്ലൂലുൽ മജ്നൂൻ എന്ന ആള് വിളിക്കുകയാണ്. ഭ്രാന്തൻ ബഹ്ലൂൽ, അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഓമനപ്പേര്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇയാൾക്ക് സുഖല്ലായിരുന്നു. ഭ്രാന്തൻ ബഹ്ലൂൽ അങ്ങനെ പറയാം. ചെറിയൊരു കുഴപ്പമുണ്ട് മാനസികമായിട്ട്. അപ്പം ഭ്രാന്തൻ ബഹ്ലൂൽ എന്ന് പറയും. കാരണം നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ സുഖമില്ലാത്തവരെ പറ്റി പിരാന്തമയമാക്കാന്നൊക്കെ, അങ്ങനെയുള്ള ഒരു പ്രയോഗം. ഭ്രാന്തൻ ബഹ്ലൂൽ എന്നാ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. ബഹ്ലൂലുൽ മജ്നൂൻ ഇദ്ദേഹത്തിനൊരു ഹോബി ഉണ്ടായിരുന്നു. അതെന്താ? വഴിയിലൂടെ പോകുന്നവരെ വഴിയിലിട്ട് ഇങ്ങനെ കറക്കുക. എങ്ങനെ? ആളെ കാണൂല, മറഞ്ഞു നിന്നിട്ട് സംസാരിക്കുക. ഏതോ മരത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചുമരിന്റെ പിന്നാലെയോ മതിലിന്റെ പിന്നാലെയോ കല്ലിന്റെ പിന്നാലെയോ ഒക്കെ മറഞ്ഞു നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും. എവിടെ നീ എന്ന് ചോദിച്ചാ കാണാൻ കഴിയൂല. സംസാരം എന്തും സംസാരിക്കും, എന്ത് പറഞ്ഞാലും മറുപടിയും പറയും. ഇങ്ങനത്തെ ഒരു മഹാനായിരുന്നു. കഥ കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അദ്ദേഹം ഭ്രാന്തനാകൂല. മജ്ദൂബായ ഒരു വലിയായതുകൊണ്ട് ഭ്രാന്തൻ എന്ന് പറഞ്ഞതായിരിക്കാം. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം മജ്ദൂബായ വലിയകളെ കുറിച്ച്, മജാദീബിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്നാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിയും. ഏതായാലും വീടും കുടിയും ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഭ്രാന്തൻ ജനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഏതായാലും ചരിത്രത്തിൽ ബഹ്ലൂൽ മജ്നൂൻ എന്നാ പറയുന്നത്. ഭ്രാന്തൻ ബഹ്ലൂൽ ഹാറൂനെ വിളിക്കാൻ, യാ ഹാറൂൻ. ഹാറൂനെ വിളിച്ചപ്പോ ഹാറൂൻ ഇങ്ങനെ നോക്കി, ആളെയൊന്നും കാണുന്നില്ല. പിന്നെയും വിളിച്ചു, യാ ഹാറൂൻ. ഹാറൂൻ പിന്നെയും 4 ഭാഗവും നോക്കി, ആളുകളെയൊന്നും കാണുന്നില്ല. ഉടനെ തന്നെ പറഞ്ഞു ഹാറൂൻ അത്ഭുതത്തോടെ. ഹാറൂൻ ചോദിച്ചു, മനില്ലദീ യുനാദീനി, ആരാ എന്നെ വിളിക്കുന്നത്? ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അന ബഹ്ലൂൽ, ഞാൻ ബഹ്ലൂലാൻ. ഉടനെ തന്നെ ഹാറൂൻ റഷീദ് പറഞ്ഞ, ശരി, ബഹ്ലൂൽ മജ്നൂനാലേ, മറക്കു പിന്നിലിരുന്ന് സംസാരിക്കുന്ന ആളാലേ, പിന്നെ എങ്ങനെ കാണാന്ന് വെച്ചാൽ ഇത് നാട്ടിലാകെ പ്രസിദ്ധ, ഈ വിഷയം നാട്ടിലാകെ പ്രശസ്തി നേടിയ കാര്യ, ഇത് വളരെ പ്രസിദ്ധാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, മറന്റെ പിന്നിൽ സംസാരിക്കുന്ന ആളാലേ, അപ്പൊ അതുകൊണ്ട് ആളെ തിരിയില്ല. അങ്ങനെ ഈ ആളുകളൊക്കെ ബുദ്ധിമുട്ടാക്കാറുണ്ട് എന്ന് കേട്ടു, വൈകിട്ട് ഇങ്ങനെ തടഞ്ഞിടാറുണ്ട് എന്ന് കേട്ടു. ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ബഹ്ലൂൽ, നിങ്ങളെ മുഖം എവിടെയാണ് നിങ്ങളുള്ളത്? ഏത് കല്ലിന്റെ ചുവട്ടിലാ? ഏത് മരത്തിന്റെ പിന്നിലാ? ഒന്ന് എഴുന്നേൽക്കോ. അപ്പം ബഹ്ലൂൽ പറഞ്ഞു, ഇക്കാലം അത്രയും നമ്മൾ കരുതിപ്പോന്ന നമ്മുടേതായ ഒരു പ്രത്യേകതയാണിത്. ഈ ഐഡന്റിറ്റി തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പുറത്തു വരുന്നില്ല. സംസാരിക്കാം, എന്തും പറയാം, നമുക്ക് സംഭാഷണം നടത്തി പിരിയാം. തൽക്കാലം നിങ്ങൾക്കും മുഖം തരാനുള്ള തീരുമാനമല്ല. അപ്പൊ ഹാറൂൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഹാറൂൻ എന്ന് വിളിച്ചല്ലോ, അൻത തഅരിഫുനി, നിങ്ങൾ എന്നെ അറിയോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഹാറൂൻ വിചാരിച്ചതെന്താ? ശരിക്കും മനസ്സിലാക്കണം. പ്രധാനമന്ത്രി ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയോ? ഇത് സാധാരണ നമ്മൾ പറയാറുള്ളതല്ലേ. പ്രധാനമന്ത്രിനെ നമ്മളൊക്കെ അറിയാം, പക്ഷെ അദ്ദേഹം നമ്മളിങ്ങോട്ട് അറിഞ്ഞോളുന്നില്ല. സാധാരണ എല്ലാവരും അങ്ങോട്ട് അറിയും എന്നപോലെ അറിയാം. നിങ്ങൾ ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ലേ, ഭരണാധികാരിയല്ലേ, രാജാവല്ലേ എന്ന് ചോദിക്കുന്നു കരുതിയാ ചോദിച്ചത്. മറുപടി അങ്ങനെയല്ല വന്നത്. മറുപടി തികച്ചും അപ്രതീക്ഷിത. നിങ്ങൾ എന്നെ അറിയോന്ന് വെച്ചു. ഓ അറിയല്ലോ. അൻതല്ലദീ ഇദാ ദുലിമ അഹദുൻ ഫിൽ മശ്രിഖ് വഅൻത ഫിൽ മഗ്രിബ് യസ്അലുഹു അല്ലാഹ്. നിങ്ങൾ ആരാന്നറിയോ? നിങ്ങൾ ആരാന്ന് എനിക്കറിയാം. അല്ലദീ, നിങ്ങൾ ഒരാളാണ്. ഇദാ ദുലിമ അഹദുൻ ഫിൽ മശ്രിഖി, ഈ നാട്ടിന്റെ കിഴക്കേ മൂലയിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയാൽ, പൊതുഖജനാവിൽ നിന്ന് കിട്ടേണ്ട അവകാശം കിട്ടാതെ പോയാൽ, പീഡിപ്പിക്കപ്പെട്ടാൽ, അനീതി കാണിക്കപ്പെട്ടാൽ, ആ സഹോദരനോട് അനീതി കാണിക്കപ്പെട്ടാൽ, വഅൻത ഫിൽ മഗ്രിബ്, നിങ്ങളുള്ളത് ഈ രാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് പടിഞ്ഞാറ് മൂലയിലാണ്. ഈ നിലയ്ക്ക് ഈ നാട്ടിൽ ഒരാൾക്ക് ഭക്ഷണം കിട്ടാതെയോ വെള്ളം കിട്ടാതെയോ അവകാശം കിട്ടാതെയോ പീഡിപ്പിക്കപ്പെട്ടാൽ,
യസ്അലുഹുല്ലാഹ്, അല്ലാഹ് വരഞ്ഞ വരയിൽ നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഹതഭാഗ്യരാണ് നിങ്ങൾ. അങ്ങനെയാ പറഞ്ഞത്. അല്ലാഹ് അതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന ഒരാളാ നിങ്ങള്. ഭരണാധികാരിയാണെന്ന് തന്നെ അർത്ഥം, പക്ഷെ പറഞ്ഞ വേറൊരു ശൈലിയിലാ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആര് ആക്രമിക്കപ്പെട്ടാലും അതിനൊക്കെ വയ്യറിയേണ്ട ഒരു സാധുവാണ്. സംഗതി ശരിയാണല്ലോ, ഭരണം നടത്തുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, പറയണ്ടേ? ഇത് പറഞ്ഞപ്പം ഹാറൂൺ റഷീദ് പറഞ്ഞു, സുഹൃത്തെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ആ ബോധം എനിക്കുണ്ട്. ഈ നാട്ടിൽ ആരക്രമിക്കപ്പെട്ടാലും ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ആ ബോധത്തോടെ തന്നെയാണ് ഭരണം ഏറ്റെടുത്തത്. ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ മറുപടിയില്, എന്നോടുള്ള ഈ സംസാരത്തില് എന്തോ ഒരു നിഴലുണ്ടല്ലോ. അതെന്താ? എന്നെപ്പറ്റി നിങ്ങൾക്ക് വേണ്ടത്ര നല്ല അഭിപ്രായമല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ സംഗതിയൊക്കെ അങ്ങനെ തന്നെയാണ്, പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഭരണം നടത്തുന്നവര്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ? അതുകൊണ്ടൊരു ചോദ്യം, നിങ്ങളുടെ അഭിപ്രായത്തില് എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ അള്ളാന്റെ അടുത്ത് സലാമത്താവോ ഇല്ലേ? ഉടനെ ബഹ്ലൂൽ പറഞ്ഞു, അതെങ്ങനെ ഹാറൂൻ? ഞാൻ പറയാ, അള്ളാഹു പറയുന്നത്, ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഇന്നൽ അബ്റാറ ലഫീ നഈം, നല്ല ജനങ്ങൾ സുഖലോക സ്വർഗത്തിലാണ്. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തമ്മാടികൾ നരകത്തിലാണ്. നിങ്ങൾ നല്ല ആളാണോ? സ്വർഗത്തേക്ക് പോകാം. അല്ല, തമ്മാടിയാണോ? നരകത്തേക്കും പോകാം. എന്താ കൺഫ്യൂഷനായില്ലേ? ആള് കൺഫ്യൂഷനായില്ലേ? എന്താ ഇത് മുഖത്ത് നോക്കിച്ച് തമ്മാടിയാന്ന് പറയാൻ പറ്റാത്തപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ പറയാ, അല്ലേ? മുഖത്ത് നോക്കിച്ച് തമ്മാടിയാടാന്ന് പറയാൻ പറ്റാത്തപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറയാ. നല്ല ആളുകൾ സ്വർഗത്തിലാണ്, തമ്മാടികൾ നരകത്തിലാന്നാ പറഞ്ഞ, അതിനനുസരിച്ചൊക്കെ വരും എന്റെ ഗതി എന്ന് പറഞ്ഞപ്പം സുബ്ഹാനല്ലാഹ്, ഹാറൂൺ റഷീദ് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരാ ബഹ്ലൂൽ, നിങ്ങൾ എവിടെയാണ്? എന്നെ ഈ കോലത്തിൽ വീർപ്പ് മുട്ടിക്കുന്ന, എന്നെ ഇക്കോലത്തിൽ പെരുവഴിയിലിട്ട് പൊരിച്ചു കളയുന്ന നിങ്ങൾ എവിടെയാണ്? ഒന്ന് മുഖം തരുമോ? ഒന്ന് കാണാനാണ്. എന്നെ മുൾമുനയിൽ നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. സംഗതി ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഖുർആനിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇനി നിങ്ങളോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ട് ഞാൻ ഒന്നിനും പറ്റാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുത്തൂക്കി പറയാൻ പറ്റാത്തതുകൊണ്ട് സൂചനാപരമായി പറയുകയാണോ എന്ന് തോന്നുന്നു. ബഹ്ലൂൽ അങ്ങനെയൊന്നും പറയല്ല, എന്നാലും അങ്ങനെ ഒരു ധ്വനി അതിനുണ്ടല്ലോ. അപ്പോഴാ പറഞ്ഞത്, ഹാറൂൻ ചോദിച്ചു, ഫഅൈന അഅ്മാലുന സ്വാലിഹ, അപ്പോൾ നമ്മുടെ നല്ല നല്ല അമലുകളൊക്കെ എവിടെ? തമ്മാടികളൊക്കെ നരകത്തിക്കാന്നും പറഞ്ഞിട്ട് എന്നെ നരകത്തിക്കാട് പറഞ്ഞയച്ചാ മതിയോ? ഞാൻ നിസ്കരിക്കുന്നതിന് എന്തു മറുപടി? ഞാൻ നോമ്പ് വെൽക്കുന്നതിന് എവിടെ പ്രതിഫലം? ഞാൻ ഈ നാട്ടിൽ സാധുക്കളെ നോക്കുന്നില്ലേ? നീതി ന്യായത്തോടുകൂടെ ഭരണം നടത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മറികടന്നിട്ട് ഹാറൂൺ റഷീദ് ഒരിക്കലും ഭരിച്ചിട്ടില്ല. സംഗതി വളരെ യാഥാർത്ഥ്യമാണ്. ഹാറൂൺ റഷീദ് വലിയ പടച്ചവനെ പേടിയുള്ള, പടച്ചതമ്പുരാനെ പേടിയുള്ള, ദൈവഭക്തിയുള്ള ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാറൂൺ റഷീദ് ചോദിക്കുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ ഈ സ്വാലിഹായ അമലുകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ? നരകത്തിലേക്കാണെന്ന് പറഞ്ഞു ടിക്കറ്റ് എന്നങ്ങ് വിടാൻ പറ്റൂലല്ലോ. അപ്പോഴാണ് ബഹ്ലൂര് പറഞ്ഞത്, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്, നല്ലത് പറയുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ നല്ല ഭരണാധികാരിയായിട്ട് തന്നെ അറിയപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ എങ്ങനെ തീരുമാനിക്കും? നിങ്ങൾ യതീം കുട്ടികളെ നോക്കി എന്നതുകൊണ്ട്, നിങ്ങൾ പാവങ്ങൾക്കൊക്കെ അവകാശം എത്തിച്ചു എന്നതുകൊണ്ട്, നിങ്ങൾ നിസ്കരിച്ചു എന്നതുകൊണ്ട്, നിങ്ങൾ നോമ്പ് നോറ്റു എന്നതുകൊണ്ടൊന്നും സംഗതി ഉറപ്പിച്ചു പറയാനായിട്ടില്ല. നിങ്ങളുടെ അമലുകൾ കണ്ട് എനിക്ക് വിധി എഴുതാൻ പറ്റുമോ? അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു അമലുകൾ സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നാണ്, നന്മ സ്വീകരിക്കുക എന്നാണ്. റസൂലുള്ള തഖ്വയെപ്പറ്റി പറഞ്ഞത് അത്തഖ്വ ഹാഹുന എന്നാണ്. തഖ്വ നെഞ്ചകത്താണെന്നാണ്. നിങ്ങളുടെ നെഞ്ചിനുള്ളിലുള്ള തഖ്വ ഞാൻ കാണുമോ? അതുകൊണ്ട് നിങ്ങൾ നല്ലത് ചെയ്താലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല നിങ്ങൾ സ്വർഗത്തിൽ പോകും. നിങ്ങൾ തഖ്വയുള്ള മുത്തഖിയാണോ? എന്നാ പോകും, അല്ലെങ്കിൽ നരകത്തിൽ കാണോ? അപ്പോഴും വിഷയം തിരിഞ്ഞെന്നെ വന്നത്. സമാധാനം കിട്ടണില്ല ഹാറൂന്. അപ്പൊ ഹാറൂൻ പറഞ്ഞു, സുഹൃത്തെ, ഇക്കോലത്തിലൊക്കെ എന്നോട് ഇത് വേണോ? നിങ്ങൾ പറയുന്നത് ശരിയാ. വിഷയം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി സംഗതി ശരിയാണ്. എന്നല്ല എപ്പോഴും തോന്നുന്ന കാര്യമാണ്. വളരെ ബോധമുള്ള മനുഷ്യനാ
അപ്പൊ പറഞ്ഞു, സംഗതി ശരിയാണ്, തഖ്വയുണ്ടെങ്കിലേ സലാമത്താകൂ. ചോദിക്കട്ടെ ഞാൻ ഒരൊറ്റ ചോദ്യവും കൂടെ. ചെയ്യുന്ന അമലുകളുടെ കാര്യം എങ്ങനെയാണെങ്കിൽ ഫഅൈന ഖറാബതുനാ മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന്റെ അടുത്ത കുടുംബക്കാരനല്ലേ, അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളല്ലേ ഞാൻ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബഹ്ലൂലോതി, ഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമൈദിൻ, സൂറെന്ന കാഹളത്തിലൂതിയാൽ പിന്നെ അവർക്കിടയിൽ തറവാട് ബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, പാർട്ടി ബന്ധങ്ങളില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന് പവറുണ്ട്. അതിനാള് നന്നാവണം. നന്നാവാതെ വെറുതെ കുടുംബമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാ തോന്നിവാസവും ചെയ്യും, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, ഇത് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ടവരങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബഹ്ലൂൽ, നിങ്ങൾ എന്നെ മുൾമുനയിൽ നിർത്തി അങ്ങയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ബഹ്ലൂൽ, ഒന്ന് മുഖം തരോ? ബഹ്ലൂൽ പറഞ്ഞു, തൽക്കാലം അതിനാഗ്രഹിക്കണ്ട, ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും, എന്നെ കാണാൻ കഴിയില്ല. ആളെ എന്തിനു കാണണം? ആളെ കാണേണ്ടതില്ലല്ലോ. യാഫീമാം പറഞ്ഞില്ലേ, പറഞ്ഞവനെന്തിന് പറഞ്ഞ വാക്ക് നോക്കിയാൽ പോരെ? എന്റെ ഭംഗിയിലല്ല കഥയിരിക്കുന്നത്, എന്റെ കോലത്തിലല്ല കഥയിരിക്കുന്നത്, ഞാൻ പറയുന്ന വാചകത്തിന്റെ ആരുറപ്പിലാണ് കഥയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാറൂൻ, അങ്ങ് പടച്ച റബ്ബിനെ പേടിച്ചു ജീവിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് അല്ലാഹുവിന്റെ ഒരു വലിയാണ് കൂട്ടുകാരെ. അങ്ങനെ അതാ ബഹ്ലൂലി തുടർന്ന് പറയുമ്പം ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് പറഞ്ഞു, പിരിയാം, നമുക്ക് വല്ലാതെ എന്നെ മുൾമുനയിൽ നിർത്തിയ ബഹ്ലൂൽ, അങ്ങയോടൊരു ചോദ്യം. നിങ്ങൾ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കെങ്ങാനും അവകാശം കിട്ടാത്തത് കൊണ്ടാണോ എന്ന് തോന്നിപ്പോകുകയാണ്. അങ്ങനെ ഒരിക്കലുമില്ല. എന്നാലും ഇതാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് രാജാവെന്ന നിരക്ക് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ? ബഹ്ലൂൽ പറഞ്ഞു, മാലീ ഫീക മിൻ ഹാജ, എനിക്ക് നിന്നിലൊരു ആവശ്യവുമില്ല, നീ ഒന്നും എനിക്ക് ചെയ്തു തരണ്ട. അല്ല, അങ്ങനെയല്ല, എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ, രാജാവെന്ന നിലക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാ. ശരി, ചെയ്തു തരാമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എനിക്കൊരാവശ്യമുണ്ട്. അതെന്താ? അസ്അലുക അൻ തഗ്ഫിറ ലീ ദുനൂബി വതുദ്ഖിലനിൽ ജന്ന, നിങ്ങൾ എന്റെ പാപം പുറത്തു തന്ന് എന്നെ സ്വർഗത്തിലൊന്ന് കടത്തിത്തരോ? ചോദിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ബഹ്ലൂൽ ഉടനെ തന്നെ, ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് ഉടനെ തന്നെ പറഞ്ഞു, ബഹ്ലൂൽ, അതെന്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ, അത് പടച്ച റബ്ബിന്റെ കയ്യിലുള്ള കാര്യല്ലേ, അതെന്താ എന്നോട് ചോദിച്ചിട്ട്? അപ്പൊ പറഞ്ഞു, അതെന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചൂടാവണ്ട, നിങ്ങൾ എന്നോട് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തായാലും നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ എനിക്കുള്ള ആവശ്യം പറഞ്ഞു. കയ്യൂല എന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ വയലൊന്നും പറയണ്ട. ഞാൻ അതിന് കഴിയുന്നവനോട് ചോദിച്ചോളാം. നിങ്ങൾ കഴിയൂലെങ്കിൽ കഴിയൂല എന്ന് പറഞ്ഞേക്ക്, ഞാൻ കഴിയുന്നവനോട് പറഞ്ഞോളാം. ഇതാണ് ബഹ്ലൂലുൽ മജ്നൂൻ. അങ്ങനെ ഹാറൂൻ റഷീദ് പറഞ്ഞു, എന്നാൽ അങ്ങയുടെ കടം ഞാൻ വീട്ടി തരട്ടെ, പൊതുഖജനാവിൽ നിന്നെടുത്ത്. ഇല്ല, ലായറുദ്ദൈനദ്ദൈൻ, കടത്തെ കടം വീട്ടുകയില്ല. ബഹ്ലൂലിന്റെ മറുപടി, പൊതുഖജനാവിൽ നിന്ന് എനിക്ക് അവകാശപ്പെടാത്തത് തന്നാൽ അതും കടമല്ലേ, കടം കൊണ്ട് കടം വീടോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അവിടുന്നും പിന്മാറി. എന്നാ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നിന്റെ ഓരോ ദിവസത്താരിയും ഗോതമ്പും ഞാൻ എത്തിക്കട്ടെ, നിന്റെ വീട്ടിൽ കഴിയാനുള്ള ഭക്ഷണം ഞാൻ എത്തിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പം ബഹുമാനപ്പെട്ട ബഹ്ലൂലുൽ മജ്നൂൻ പറയുന്ന മറുപടി അങ്ങ് സ്ട്രോങ് ആയി. ബഹ്ലൂല് പിടുത്തം വിട്ടു, പൊട്ടിത്തെറിച്ചു. ഇതുവരെ ബഹ്ലൂല് മാന്യമായ ഭാഷയിലാണ്, ഇവിടെ ബഹ്ലൂല് തെറ്റി. അല്ല ഹാറൂൻ, നിങ്ങൾ രാജ്യത്തെ രാജാവാൻ, നിങ്ങൾക്കല്പം അധികാരം എന്നെ
എന്നതിനേക്കാൾ കൂടുതലുണ്ട്, ഭൗതികാധികാരങ്ങളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ ഭക്ഷണം ഏറ്റെടുക്കുകയോ? നിങ്ങൾ എന്റെ ഭക്ഷണം ഏറ്റെടുക്കുകയോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. അനവ അന്തഅബ്ദാനിലില്ല, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ രണ്ടടിമകളാണ്, അല്ലാഹുവിന്റെ രണ്ടടിമകളാണ്. അതുകൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമ, ഞാനും അല്ലാഹുവിന്റെ അടിമ. എന്നിട്ട് അലനൻത അന്നല്ലാഹ യദ്കുറുക വയൻസാ ഹാദൽ മിസ്കീൻ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ അല്ലാഹ് നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങളെ ഓർക്കുമെന്നും അത് മുടങ്ങാതെ നിങ്ങൾക്ക് തരുമെന്നും വയൻസാ ഹാദൽ മിസ്കീൻ, ഈ സാധുവായ ബഹുദൂരിനെ അല്ലാഹു മറക്കുമെന്നുമാണോ നിങ്ങൾ പറയുന്നത്? എന്താണിത്? നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലേ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന അല്ലാഹ് എനിക്കും തരും. ആ വിശ്വാസം എനിക്കുണ്ട്. ഇന്നുവരെ നാളത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. എനിക്കത് അല്ലാഹു അറിയാതെ തരുന്നു. ഫഖറാജു റബ്ബിക ഖൈർ, അറിയാതെ റബ്ബ് തരുന്ന വരുമാനമാണ് ഏറ്റവും നല്ലത് എന്ന ആയത്തങ്ങോതി അവസാനം വാക്ക് പരിപൂർണമാക്കിയപ്പം അതാ ഹാറൂൻ പൊട്ടിക്കരഞ്ഞു. അല്ല ഹാറൂൻ, നീ എന്തൊരു വിവരദോഷമാണോ പറഞ്ഞത് എന്ന് ചോദിച്ച് ഹാറൂൻ സ്വന്തത്തോട് ചോദ്യം ചെയ്ത് പൊട്ടിക്കരയാൻ. അങ്ങനെ ഹാറൂൻ ആ സഹോദരനോട് കാണാൻ അനുമതി ചോദിച്ചപ്പം കഴിയില്ലെന്ന് പറഞ്ഞപ്പം ഹാറൂൻ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ മറന്നുപോയല്ലോ, ഞാൻ ചെയ്തത് തെറ്റല്ല. രാജാവ് കഷ്ടപ്പെടുന്നവരുടെ വിശേഷം അന്വേഷിക്കണം, അവർക്ക് സഹായം എത്തിക്കാൻ നോക്കണം. പക്ഷേ ഈ സഹോദരന്റെ തഖ്വ എത്ര കടുപ്പമേറിയതാണ്! ഈ രൂപത്തിലുള്ള തഖ്വ ആണല്ലോ മനുഷ്യർക്ക് വേണ്ടതെന്ന് ചിന്തിച്ചാൽ പൊട്ടിക്കരഞ്ഞ് ഹാറൂൻ യാത്രയാവുന്നത്. എന്റെ കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കൂട്ടുകാരെ, എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനുള്ള മാർഗം, നമുക്ക് രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ. സുഹൃത്തുക്കളെ, നമുക്കാകെ 5 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇതാ നമ്മൾ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ ഹാറൂനിനുണ്ടായ പരലോക പേടി ഇത് കേട്ടപ്പോഴേക്ക് ഹാറൂൻ പൊട്ടിക്കരഞ്ഞെങ്കിൽ, കൂട്ടുകാരെ, നമുക്കങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ടോ? നമ്മൾ നാളെ നരകത്തിൽ കിടന്ന് കത്തുന്ന സമയത്ത് ഖുർആൻ പറയുന്നു, തൽഫഹു ഫുജൂഹഹുമുന്നാർ വഹും ഫീഹാ കാലിഹൂൻ. നമ്മുടെ മുഖം അതാ തീയ് ആ മുഖത്തെ കരിച്ചു കളഞ്ഞ് വഹും ഫീഹാ കാലിഹൂൻ, അവരാ നരകത്തിൽ പല്ലെളിച്ച് കാട്ടുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിലെ ഒരു രംഗമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പറഞ്ഞത്. പല്ലെളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞാൽ നരകത്തിൽ അങ്ങ് കിടക്കുമ്പോഴേക്ക് കാലിഹൂൻ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അതേ കാലിഹൂൻ എന്ന് പറയാൻ കാരണം നരകത്തില് ഇതാ എന്നെയും നിങ്ങളെയും നരകത്തിലേക്കങ്ങെറിയുമ്പം കൂട്ടുകാര് ശ്രദ്ധിക്കണം, താഴെ ചുണ്ടില്ലേ ഇത് തീയില് അതാ നരകത്തിലേക്കങ്ങെറിയുമ്പം ഈ തീയ് നമ്മുടെ നാഭി വരെ താഴോട്ട് സങ്കോചിച്ചു വരും. ഇത് ചുരുങ്ങി ഇത് ഉരുകി ഒലിച്ച് നാഭിയിലേക്കടുക്കും. നമ്മുടെ മേലെ ചുണ്ട് അത് പോയി മൂർധാവിലേക്ക് കൂടിയിട്ടുണ്ടാകും. ഇങ്ങനെ വരുമ്പം ഇന്ന് ഈ മുഖം കാണാനുള്ള ചന്തം, ഈ വിനീതനായ എന്റെ മുഖം ഇക്കോലത്തിൽ നിൽക്കുന്നത് ഈ ചുണ്ടുകളും രണ്ടധരങ്ങളും അതുപോലെ തുടിച്ച മുഖവുമൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ? നിങ്ങളുടെ മുഖത്തിനൊക്കെ ഭംഗിയുള്ളത് അതുകൊണ്ടല്ലേ? സഹോദരിമാരെ, നിങ്ങളുടെ അധരങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ മുഖത്തെ മാംസമില്ലെങ്കിൽ നിങ്ങൾക്കെവിടെയാണ് സഹോദരിമാർ സൗന്ദര്യം? എവിടെ? ഇതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ആ എല്ലു മാത്രം, മുഖത്തിന്റെ അസ്ഥികൂടം എത്ര ഭീകരമായിരിക്കും ആ രംഗം നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നമ്മെ സലാമത്താക്കി തരുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ഓഹും കാലിഹൂൻ, ഇതാ പല്ലിളിച്ചുകൊണ്ടുണ്ടാകുമെന്ന് പറഞ്ഞത് മുഖത്തത് എല്ലാം മുഖത്തെ മാംസവും ചുണ്ടുമൊക്കെ നീങ്ങിപ്പോയി അവസാനം ആ ഭീകര രൂപമായ അസ്ഥിക്കൂടമാണുള്ളത്. അതാണ് ഒരു സഹാബി
ഞാൻ ആ സ്വഹാബിയുടെ പേരോർക്കുന്നില്ല. ഒരു സഹാബി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പം മനുഷ്യനെ ചുട്ട ചൂളയിൽ നിന്ന് അതാ ഒരു തലയോട്ടി കിട്ടി. ഇത് മനുഷ്യനെ ചുടുന്ന ആ മനുഷ്യനെ ചുടുന്ന സാധനമാണ്. ഈ മനുഷ്യനെ ചുടുന്ന ഈ അടുപ്പ് കണ്ട സമയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബി അതിൽ നോക്കുമ്പം അതാ പാവപ്പെട്ട സ്വഹാബിയുടെ തലയോട്ടിയതാ അടുപ്പ് സഹാബി ഒരു സഹോദരന്റെ തലയോട്ടി അടുപ്പിൽ നിന്ന് കാണുന്നു. അതെടുത്തപ്പം അതാ വികലമായ രൂപത്തിലാണ്, വികൃതമായ മുഖം കണ്ട് സ്വഹാബി പൊട്ടിയങ്ങ് കരഞ്ഞു. ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉടനെ തന്നെ മറുപടി, ഒന്നുമല്ല, തൽഫഹു ഉജൂഹഹുമുന്നാർ വഹും ഫീഹാ കാലിഹൂൻ എന്നല്ലേ അല്ലാഹു പറഞ്ഞതാ. അന്നത്തെ ചിത്രം എന്റെ മുഖത്തിൻ്റെതും ഇതായിരിക്കില്ലേ എന്ന് ചിന്തിച്ചതിനാണ് ഞാൻ കരഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി പറഞ്ഞെങ്കിൽ കൂട്ടുകാരെ നമ്മൾ ചിന്തിക്കണം. ഇതുപോലെയുള്ള പരലോകത്തെക്കുറിച്ചുള്ള ഭക്തി എനിക്കും നിങ്ങൾക്കും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്